മാസം 1-ാം തീയതി ഈ കാൽവരിയിൽ വരുവാൻ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ദൈവം വലിയ കൃപ ചെയ്തു. അന്ന് മുതൽ കാൽവരി സെന്റ് തോമസ് മാർത്തോമാ ഇടവകയിലെ വിലപ്പെട്ട വിശ്വാസ സമൂഹം ഞങ്ങളെ നെഞ്ചിലേറ്റി സ്നേഹിച്ചതായിരിക്കുന്ന സ്നേഹം, കരുത്, അത് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയാത്തതായ ഒന്നാണ്. പ്രത്യേകിച്ച് കൺവെൻഷൻ വെള്ളി ശനി ഞായറിന് ഈ വെള്ളി ശനി ഞായർ 3 ദിവസം മുതലായ കൺവെൻഷനിൽ നിങ്ങളുടെ ഭാവമാകുത്വം, പ്രോത്സാഹനം, ഇതൊക്കെ വളരെ വിലപ്പെട്ടതാണ്. എല്ലാവരോടും നന്ദി പറയുവാനായിട്ട് വാക്കുകളില്ല. രുചികരമായ ഭക്ഷണം തന്നവരുണ്ട്, കരുതിയവരുണ്ട്, പ്രോത്സാഹിപ്പിച്ചവരുണ്ട്. എല്ലാ രീതിയിലും ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത പ്രിയപ്പെട്ട അച്ഛനോടും കൊച്ചമ്മയോടും വിശ്വാസ സമൂഹത്തോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞതായ നന്ദി, കടപ്പാട് ഞാൻ ഈ സമയത്ത് അറിയിക്കും. അച്ഛൻ ഉറപ്പിച്ചതുപോലെ അച്ഛൻ, കൊച്ചമ്മ, ആ കുടുംബത്തെ എനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. എന്നെ വളരെ സ്നേഹിച്ചു, പ്രോത്സാഹിപ്പിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതുപോലെ ഇവിടെയും ചെയ്യുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കും. നല്ല മനോഹരമായ ഗാനങ്ങൾ അദ്ദേഹത്തെ നമ്മുടെ തീവനോട് ബേസ് ചെയ്തതെന്നുള്ള പാട്ട് പാടി. നമ്മുടെ ആ ഗിറ്റാർ വായിച്ച് പോയോ എല്ലാവരും നല്ല ഭംഗിയായിട്ട് നല്ല എനിക്ക് അത് ആദ്യമായിട്ട് കാണും. അവിടെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു പരിപാടി കാണും. എല്ലാം വളരെ മനോഹരമായി പാടിയതായിരിക്കുന്നതായ കുഞ്ഞുങ്ങളോട് അവളായ നന്ദി, സന്തോഷം, കടപ്പാട് ഞാൻ ആ സമയത്ത് അറിയിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്കൊരൊറ്റ ആഗ്രഹവും എൻ്റെ കർത്താവിനെ പ്രസംഗിച്ച് പ്രസംഗപീഠത്തിൽ ജീവിതം അവസാനിക്കണം. എനിക്കൊരു വലിയ കൊതിയുണ്ട്. അത് കർത്താവിനെ ചെയ്യുന്നതിൻ്റെ കൊതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം വെച്ചാൽ ഞങ്ങൾ ചൊവ്വാഴ്ച ദുബായിക്ക് പോകും. 3, 4, 5 അലയിലെ കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്യും. അവിടെയുള്ള എല്ലാ പള്ളികളിലും ഒരു ഉണർവ് കൺവെൻഷൻസ് അവരെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെ അനുഗ്രഹകരമായി തീരുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കും. ഒരിക്കൽ ചെറുപ്പക്കാരന് ചെന്നൈയിൽ ഒരു ഇന്റർവ്യൂവിന് കോള് ലഭിച്ചു. അവനെ യാത്ര ചെയ്യുവാൻ അവന്റെ 3 സ്നേഹിതന്മാരോട് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. പക്ഷെ ട്രെയിൻ വരുവാനായിട്ട് ഇനി വളരെ മണിക്കൂറുകളുണ്ട്. രാത്രി 1:30 ട്രെയിൻ വരികയുള്ളൂ. അതുകൊണ്ട് ഇവർ പറഞ്ഞ് നമുക്ക് പോയി ഇവിടെ അടുത്തുള്ളതായിരിക്കുന്ന ഒരു ബാർ ഹോട്ടലുണ്ട്, അവിടെ ഒന്ന് കയറി അല്പം ഒന്ന് മിനിങ്ങി വരാവുന്നത്. അവർ പോയി ബാർ ഹോട്ടലിൽ പോയി മദ്യപിച്ചു. തിരിച്ചു വന്ന് എയർപോർട്ടിൽ ഇരുന്നു. ട്രെയിൻ വരാൻ താമസിച്ചുകൊണ്ട് ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് അവർ ഉറങ്ങി. ആരോ പെട്ടെന്ന് തട്ടി വിളിച്ചു, നിങ്ങളുടെ ട്രെയിൻ ഇതാ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ചെന്നൈക്ക് പോകണ്ടായ ട്രെയിൻ വന്നിരിക്കുന്നു. അപ്പോഴത്തേക്ക് കണ്ണു തുറന്ന് നോക്കി. പക്ഷെ ട്രെയിൻ അങ്ങ് മൂവ് പോയി. ഇവരെ പെട്ടെന്ന് ഓടി അതിന്റെ ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ ഇന്റർവ്യൂവിന്റെ മുമ്പിലായ മോനെ ചാടിക്കയറാനായിട്ട് സാധിച്ചു. നോക്കിയപ്പോൾ ട്രെയിനിലെ കമ്പാർട്ട്മെന്റ് ഒക്കെ ഒരുപാട് വേക്കൻഡ്. സുഖമായി കിടന്നുറങ്ങി. രാവിലെ ഫ്രഷായിട്ട് ഇന്റർവ്യൂവിന് കയറാമെന്ന് വിചാരിച്ച് അവന് അവിടെ ആ സീറ്റിൽ അവന്റെ ബെഡ്ഷീറ്റ് വിരിച്ച് കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോഴും അവൻ ഉറങ്ങണം. പാരോ തട്ടി പിടിച്ചാൽ നിനക്ക് ഇറങ്ങണ്ടായിരുന്നു, സ്റ്റേഷൻ വന്നല്ലോ. അന്നോടൊന്ന് ചാടി എഴുന്നേറ്റ് പോയി നോക്കി കഴുകി ബെഡ്ഷീറ്റൊക്കെ മടക്കി പെട്ടിയെടുത്ത് വെളിയിൽ വന്നു. വെളിയിൽ വന്ന് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നോക്കിയപ്പോൾ ഒരു ബോർഡ് കണ്ടു, നിലമ്പൂർ റോഡ്. അവരെവിടെ ചെല്ലേണ്ടത്? ചെന്നൈ ചെല്ലാണ്ട് അവരെവിടെ ചെന്നു? കാരണം അറിയാമോ, ഈ ട്രെയിനിന്റെ അവസാനത്തെ 3 കമ്പാർട്ട്മെന്റ്സ് നിലമ്പൂർ റോഡിൽ പോവുകയാണ്. അവർ ഷൊർണൂർ ചെന്നിട്ട് അത് ഡിറ്റാച്ച് ചെയ്ത് വേറെ ട്രെയിനുമായിട്ട് ഘടിപ്പിച്ചു പോവുകയാണ്. ഇന്ന് സെന്റ് തോമസ് മാർത്തോമായിടവയിലെ വിശ്വാസികളോട് ചോദ്യം, ആർ യു ട്രാവലിംഗ് ഇൻ ദ റൈറ്റ് കമ്പാർട്ട്മെന്റ്? ഇപ്പോൾ ഞാൻ പോകുന്നതായ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്താൽ
റിലീസായി ചെല്ലുമോ പാതാളത്തിൽ ചെല്ലുന്നു. ഓരോരുത്തരാണ് സാക്ഷ്യപ്പെടും. ആദ്യം വൈസ് പ്രസിഡന്റ്, ഹൂ ഈസ് ദ ജെന്റിൽമാൻ? അതുകൊണ്ടോ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രസ്റ്റി, അക്കൗണ്ടന്റ്, മണ്ഡലാംഗം, അസംബ്ലി മെമ്പേഴ്സ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, പ്രാർത്ഥനാ യോഗത്തിന്റെ പ്രതിപുരുഷന്മാർ, കൈസ്ഥാന സമിതി അംഗങ്ങൾ, കോയറിലെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, മധ്യവയസ്കർ. നിങ്ങൾ എഴുന്നേറ്റ് സാക്ഷ്യം പറയണം. നിങ്ങളുടെ മനസ്സാക്ഷി വെച്ച് ദൈവത്തോട് മറുപടി പറഞ്ഞാണ്. ആർ യു ട്രാവലിംഗ് ഇൻ ദ റൈറ്റ് കമ്പാർട്ട്മെന്റ്? നമ്മുടെ തീവ്രത അന്ത്യകാല സംഭവങ്ങളും ക്രിസ്തുവിന്റെ, ഞാൻ പറഞ്ഞു, വളരെ ദൂരമായി നമ്മൾ പഠിക്കേണ്ടതായിരിക്കുന്നതായ ഒരു വിഷയമാണ്. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെക്കാൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക, നിങ്ങളുടെ വീട്ടിൽ ചർച്ച ചെയ്യേണ്ടതായ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അങ്ങനെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നതായ ഒരു ചിന്തയാണ്. എൻഡ് ടൈംസ് ഈവൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിരിക്കുന്ന പോയിന്റ് മാത്രമല്ല, ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് 7 ഇമ്പോർട്ടന്റ് ഈവൻസ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ആ 7 ഇവന്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ അക്കമിട്ട് പഠിച്ചു. ഒന്നാമത്തെ ഒന്ന് heavenly return of Jesus Christ and the rapture of the church. 2 judgment of the church and marriage of love. 3 the great tribulation. 4 glorious appearance. 5 the millennium. 6 the final judgment. 7 the eternity. ചെറിയ കുഞ്ഞുങ്ങളിലേക്ക് 100 മാർക്ക്. അത് ഒന്നാമത് നടക്കേണ്ടതാണ് റാപ്ചർ. അതെപ്പോഴും നടക്കുമെന്ന് വേറൊരു രേഖപ്പെടുത്തിയിട്ടില്ല. എന്നെ കൃത്യമായ ഡേറ്റ് പറയാൻ ആർക്കും കഴിയില്ല. അപ്പോൾ കർത്താവിന്റെ മടങ്ങുവരവിനോടുള്ള ബന്ധത്തിൽ അതിനടുത്ത കാലഘട്ടത്തിൽ നിറവേറപ്പെടുന്നതായ അനേക അടയാളങ്ങൾ 2000, 2500, 2780 വർഷങ്ങൾക്ക് മുന്നേ വേറൊരു കൂടെ നമുക്ക് അനേക അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ പഴയ പുതിയ നിയമങ്ങളിൽ 168 അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. ആ അടയാളങ്ങളെല്ലാം നിറവേറിക്കഴിഞ്ഞു. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് മുമ്പ് നടക്കേണ്ടതായ എല്ലാ അടയാളങ്ങളും നിറവേറി. ആ അടയാളങ്ങളെ പഠന സൗകര്യാർത്ഥം നമ്മൾ 4 തിരിച്ചു, അല്ലേ? 1 പൊളിറ്റിക്കൽ സയൻസ്, 2 സയന്റിഫിക് സയൻസ്, 3 നാച്ചുറൽ സയൻസ്, 4 റിലീജിയസ്. അതിൽ നിന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ അവസാനിപ്പിച്ചത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം പറഞ്ഞുകൊണ്ട. ഒന്നോടത്തെ മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 44. അങ്ങനെ നിങ്ങൾ നിലയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴിക, നനയ്ക്കാത്ത നാഴിക എന്ന് പറഞ്ഞപ്പോ ഓർക്കാപ്പുറത്ത് അല്ലെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അതിന്റെ മൂലഭാഷ ഒരുങ്ങി കാത്തിരിപ്പീൻ എന്നുള്ളതാണ്. ഒരുങ്ങി കാത്തിരിപ്പീൻ. ഒരുങ്ങി കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്ങനെ ഒരുങ്ങണം എന്നുള്ളത് ഇന്ന് നമ്മൾ 5 കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകും. ശ്രദ്ധിക്കുക, എങ്ങനെ ഒരുങ്ങണം? കർത്താവിന്റെ മടങ്ങി വരവിൽ തള്ളപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നാം എന്ത് ചെയ്യണം, എങ്ങനെ ഒരുങ്ങി കാത്തിരിക്കണമെന്നൊന്നും നമ്മൾ പഠിക്കാനായിട്ട് പോകുകയാണ്. ഒന്നാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 47. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോകും. എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും. 47 മതി. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട്. So be prepared
with the assurance of salvation. രക്ഷയുടെ നിർണയത്തോടുകൂടി ഒരുങ്ങി കാത്തിരിക്കണം. സദോമസ് മർത്തോമ ഇടവയിലെ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ? ആരൊന്നും മിണ്ടുന്നില്ല. എന്തുവാ രക്ഷ? ഞാൻ നാളുകൾക്ക് മുന്നേ നമ്മുടെ കൊല്ലം തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ പ്രവർത്തനോദ്ഘാടനത്തിന് പ്രസംഗിക്കാൻ അഭിയോന്യ മൃദുവാസ് തിരുമേനി എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞ തീം തിരിക. ഞാൻ പറഞ്ഞു, തിരുമേനി എന്താ തീം? സാൽവേഷൻ ത്രൂ ക്രൈസ്റ്റ്. അതാണ് ഈ വർഷത്തെ തീം. 1.25 മണിക്കൂർ തരും ബാബുവിന് പ്രസംഗിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, തിരുമേനി മർത്തോമ സഭയിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ തിരുമേനി അതൊന്നും എനിക്കറിയാൻ വയ്യ. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, യേശു എന്നെ രക്ഷകനാണെന്ന് സ്വന്തം ജനങ്ങളുടെ നടുവിൽ എഴുന്നേറ്റ് എന്ന് സാക്ഷ്യം പറയുവാൻ എത്ര മാർത്തോമക്കാരുണ്ട് എന്ന് എന്നോട് ചോദിച്ചു. അത്ര പേർക്ക് പറയാൻ സാധിക്കും. രക്ഷ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒന്നുകൂടെ രക്ഷിക്കപ്പെടാതെ കർത്താവിന്റെ മടങ്ങിൽ ആരും എടുക്കപ്പെടുകയില്ല എന്നുള്ള കാര്യം വളരെ ഗൗരവമായി ഞാൻ ഓർപ്പിക്കുക. ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്ക് ഇത് അറിഞ്ഞുകൂടാ. കാരണം ഇത് പ്രസംഗ പുൽപ്പിറ്റിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുക. രക്ഷ രക്ഷ തന്നെ എന്നൊക്കെ പറയുന്നു. എന്നെ ആത്മീയമായി വളർത്തിയതായിരിക്കുന്നതായ പല ഗുരുക്കന്മാരിലുണ്ട്. അവരുടെ ഒരു ഗുരുവാണ് നമ്മുടെ ഭാഗ്യസ്മരനായ ഈശോ മാർ തീമോത്തിയോസ് തിരുമേനി. അദ്ദേഹം പോകുന്ന സ്ഥലത്ത് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. കൊച്ചു മീറ്റിംഗിൽ പ്രസംഗിപ്പിക്കുമായിരുന്നു. സാക്ഷ്യം പറയാൻ അവസരം തരുമായിരുന്നു. പോകുന്ന പോക്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ ചെന്നാൽ, ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ച് നിങ്ങൾ വരുന്ന ഭക്ഷണം വീടുകളിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് പോകും. പക്ഷെ തിരുമേനി അങ്ങനെ പോലില്ല. ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ആ വീട്ടിലെ അംഗങ്ങളെല്ലാം നിർത്തിയിട്ട് ചോദിക്കും, യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചതാണോ? രംഗനാഥനോട് ചോദിക്കുവാണോ? അമ്മയോട് ചോദിക്കുവാണോ? കുഞ്ഞുങ്ങളോട് ചോദിക്കും. ഇല്ലായെങ്കിൽ അവിടെ വെച്ച് തിരുമേനി ഒരു വാചകം പറഞ്ഞു കൊടുത്ത് അവരെ രക്ഷാബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നതായ ഒരു പതിവ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഹ്റൻ മെത്രാപ്പൊലീത്ത തിരുമേനി, കൂർലോസ് തിരുമേനി ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അത് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, രക്ഷാനിർണയം പ്രാപിച്ചു എന്ന ഉറപ്പ് എത്ര പേർക്കുണ്ട്? എങ്ങനെയാണ് രക്ഷാനിർണയം പ്രാപിക്കുന്നത്? വിശുദ്ധ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. മനുഷ്യൻ ത്രികാല ബന്ധുകൾ, ഭൂതകാലം, വർത്തമാനകാലം, പിന്നെ ഭാവികാലം. ഈ 3 കാലത്തോടും ബന്ധപ്പെട്ടാണ് മനുഷ്യന്റെ രക്ഷ നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർത്തിരിക്കും. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. ഈ 3 സ്റ്റേജ് രക്ഷയ്ക്കുണ്ട്. ഭൂതകാല രക്ഷ, വർത്തമാനകാല രക്ഷ, ഭാവികാല രക്ഷ. അപ്പോൾ തുടങ്ങുന്നത് ഭൂതകാല രക്ഷയെ. വായിച്ചാൽ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. യേശുവിനെ കർത്താവ് എന്ന വായു കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ശ്രദ്ധിച്ചോ? വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്ന് വിശ്വസിക്കണം. യേശുവിനെ പിതാവാം ദൈവം മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അംഗീകരിക്കുന്നതിന് പകരമായി വാഗൊണ്ട് ഏറ്റുപറയണം. അങ്ങനെ പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. പറഞ്ഞില്ലല്ലോ രക്ഷിക്കപ്പെടുകയെന്നല്ല, പറഞ്ഞില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. മലങ്കരയുടെ മണ്ണിൽ നിന്ന് ഈ മണ്ണിൽ പറിച്ചു നടപ്പെട്ട കാൽവരി സന്തോമസ് മർത്തോമ ഇടവകയിലെ വിശ്വാസികളെ ദൈവാത്മാവിനെ ശക്തമായി വിളിച്ചു പറയുന്നു, ഒന്നുകിൽ നീ രക്ഷിക്കപ്പെടുവാൻ പോകുന്നു, അല്ലെങ്കിൽ നീ ശിക്ഷിക്കപ്പെടാൻ പോകുന്നു. അങ്ങനെ ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എങ്ങനെ ചെയ്യണം?
യേശു എന്റെ രക്ഷകനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വാ കൊണ്ട് ഏറ്റുപറയണം. നമ്മുടെ വിശുദ്ധ മാമോദീസ ശുശ്രൂഷയിൽ നമ്മളെ ആ വിശുദ്ധ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഏറ്റുപറയുവാനായിട്ട് അന്ന് കഴിവില്ലാഞ്ഞതിനാൽ നമ്മുടെ ഗോഡ് ഫാദർ നമുക്ക് വേണ്ടി അത് ഏറ്റുപറഞ്ഞു. ആദ്യ കുർബാനയിൽ നമ്മളെ കൊണ്ട് അത് ഏറ്റുപറയിപ്പിച്ചിട്ടാണ് ആദ്യ കുർബാനയിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ സുബോധത്തോടുകൂടി ഞാൻ മഹാഭാവിയാണ്, യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ ഞാൻ എന്റെ കർത്താവും രക്ഷകരമായി സ്വീകരിക്കുന്നെന്ന് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ എത്ര പേരുണ്ട്? ആ രക്ഷയ്ക്കാണ് പറയുന്നത് പൂർണ്ണകാല രക്ഷ. തിയോളജിക്കൽ വേർഡ് ജസ്റ്റിഫിക്കേഷൻ, ന്യായീകരണം. ജസ്റ്റിഫിക്കേഷൻ മീൻസ് സാൽവേഷൻ ഫ്രം ദ പെനാലിറ്റി ഓഫ് സിൻ. പാപത്തിന്റെ ശിക്ഷയിലുള്ള വിടുതലാണ് ആ രക്ഷാകരസ്ഥ. അത് കുറച്ചുകൂടെ ലളിതമായി യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, അവരെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിയും ആരായാലും ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇന്നത്തെ ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കുകയാണ്, ആത്മതലത്തിൽ രണ്ട് ക്രിയ നടക്കണം. നാം രക്ഷിക്കപ്പെടണമെങ്കിൽ ആത്മതലത്തിൽ രണ്ട് ക്രിയയാണ്. ഒന്ന് ബിലീവ് ആൻഡ് ദി അദർ വൺ ഈസ് റിസീവ്. യേശുവിനെ വിശ്വസിക്കണം. റിസീവ് ചെയ്യുന്നതിന്റെ പ്രതീകമായി വാഗൊണ്ട് ഏറ്റുപറയുന്ന രണ്ട് ക്രിയ നടക്കണം. ഈ മേശപ്പുറത്ത് ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട്, കണ്ടോ? ഈ വെള്ളം ആർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്? ഈ വെള്ളം ആർക്ക് വേണ്ടി മേശപ്പുറത്ത് വെക്കുന്നത്? അങ്കിളിന് വേണ്ടി. ഞാൻ ഇന്ന് എത്ര രൂപ കൊടുത്തു? ഒന്നും കൂടെ എനിക്ക് വേണ്ടി ഫ്രീ ആയിട്ട് മേശപ്പുറത്ത് ഒരുക്കി വെച്ചിരിക്കും. പക്ഷെ മേശപ്പുറത്ത് ഒരുക്കി വെച്ചത് കൊണ്ട് ഞാൻ ഇനി അനുഭവസ്ഥനാകുന്നില്ല. ഞാനിനി അനുഭവസ്ഥനാകണമെങ്കിൽ രണ്ട് ക്രിയ നടക്കണം. ഒന്ന്, മേശപ്പുറത്ത് വെള്ളമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. രണ്ട്, അത് ഞാൻ കൈ നീട്ടിയെടുത്ത് കുടിക്കണം. ഇപ്പൊ ഞാൻ കുടിച്ചു, നിങ്ങൾ എന്ത് കൊടുത്തു? കണ്ടോണ്ടിരുന്നല്ല, വായി നോക്കി. ഇങ്ങനെ അനേകർക്ക് അബദ്ധം പറ്റിയ രക്ഷ, പുത്രത്വം ദൈവം ഫ്രീ ആയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് ആത്മാവിൽ ആഹ്വാനം ചെയ്യുന്നു, സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ. കൃപയാൽ കൃപയാൽ യേശുവിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? എന്റെ 24-ാമത്തെ വയസ്സ് വരെ എനിക്ക് ആ ഭാഗ്യം ലഭിച്ചില്ല. എന്റെ അപ്പന്റെ 55-ാമത്തെ വയസ്സ് വരെ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചില്ല. ഞാനൊരു രഹസ്യം പറയാം, ആരോട് പറയരുത്. എന്റെ അപ്പന് ഞാൻ ട്വിൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ? അതല്ലേ? എന്റെ അപ്പനെ എന്നെയും ഒരമ്മയാണ് പ്രസവിച്ചത്. എന്റെ അപ്പനെ എന്നെയും ഒരു വീട്ടിൽ വെച്ച് പ്രസവിച്ചത്. എന്റെ അപ്പനെ എന്നെയും ഒരു രാത്രിയിൽ പ്രസവിച്ചത്. 1972 ഓഗസ്റ്റ് മാസം 14-ാം തീയതി രാത്രി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എന്റെ പിതാവിനെയും ദൈവം എന്ന ഒരു വ്യക്തിയോ ശക്തിയില്ല എന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും പ്രസവിച്ചും പഠിപ്പിച്ചു നടന്ന എന്നെയും സ്വർഗം പ്രസവിച്ചിട്ടു. എനിക്കിതൊക്കെ പറയുമ്പോൾ തുള്ളിച്ചാടാനായിട്ടില്ല ആഗ്രഹം. ഇന്നലെ എന്നോട് ആന്റി കുഞ്ഞുങ്ങളാരോട് ചോദിച്ചു, പണ്ടത്തെ ആ തുള്ളലും ചാട്ടും ഡാൻസും ഒന്നും ഇപ്പൊ ഇല്ല. ഞാൻ പറഞ്ഞു, ഞാൻ തുള്ളിയാ താളം. അതുകൊണ്ട് എനിക്ക് തുള്ളാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ ജനിക്കുന്നതിന് മുന്നേ എന്റെ പിതാവ് കമ്മ്യൂണിസ്റ്റുകാരനായി. 1944 ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ആനയെ കൊണ്ട് ചവിട്ടിക്കൊലിക്കുന്ന കാഴ്ച സ്വന്തം കണ്ണിന്റെ മുമ്പിൽ വെച്ച് കണ്ടതായ എന്റെ അപ്പനും 4 സഹപ്രവർത്തകരും കോൺഗ്രസിന് വേണ്ടി എരിവോടുകൂടി പ്രവർത്തിച്ച ഈ 5 പേര് ഈ ആനയെ കൊണ്ട് ചവിട്ടിക്കൊലിക്കുന്നതായ കാഴ്ച കണ്ട് കമ്മ്യൂണിസ്റ്റുകാരായി. അന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റില്ല, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാക ഉയർത്തുന്നത്
ഈ 5 പേര് ചേർന്നുകൊണ്ടാണ്. അപ്പോൾ എന്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനായിട്ടാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഞാൻ വളർന്നു വന്നപ്പോൾ കമ്മ്യൂണിസത്തിൽ ആദർശങ്ങൾ എനിക്ക് വളരെയധികം സ്വീകാര്യമായി തോന്നി. അത് ഞാൻ അതിലേക്ക് ആകർഷിക്കപ്പെട്ടു. എന്റെ അപ്പന്റെ ഒരു ശിഷ്യനെ പോലെ ഞാൻ അതിലേക്ക് ആകർഷിക്കപ്പെട്ടു. ദൈവം എന്ന ഒരു ശക്തിയോ വ്യക്തിയിലായിരുന്നു. എന്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ഞാൻ പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ എന്റെ അമ്മച്ചി പ്രാർത്ഥിക്കുന്ന ഭക്തിയായ ഒരു മാതാവായിരുന്നു. 1972 പ്രാർത്ഥിക്കുന്ന ഭക്തിയായ മാതാവിന് അതിഭയങ്കരമായ രോഗം പിടിപെട്ടു. കേരളത്തിലെ പിടിപെടുത്തന്മാരായ ഡോക്ടേഴ്സ് പരിശോധിച്ചു. അവരെല്ലാവരും വിരിയെഴുതി എന്റെ അമ്മച്ചിയുടെ മുട്ടനും മുഴുവൻ വെച്ച് കുടിച്ചു പറഞ്ഞല്ലാതെ എന്റെ അമ്മച്ചി ഈ ഭൂമിയുടെ പരമ്പിൽ ഏതെന്നാ ജീവിച്ചിരിക്കുകയില്ല. വെല്ലൂർ മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭരും പ്രശസ്തമായ ഡോക്ടേഴ്സ് പരിശോധിച്ചു. അവരും അതേ വിധി ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. എന്റെ മാതാവ് ഈ ഭൂമിയുടെ പരമ്പിൽ ഏതെന്നാ ജീവിച്ചിരിക്കണമെങ്കിൽ തന്റെ വലതുകാരന്റെ മുട്ടന് മുഴുവൻ മുറിച്ചു കളയണമെന്ന്. എന്റെ അമ്മച്ചി തന്റെ കാല് മുറിക്കുവാനായിട്ട് സമ്മതിച്ചില്ല. ഞാൻ മരിക്കുന്നെങ്കിൽ 2 കാലുകളോടായി മരിക്കട്ടെ, കാല് മുറിക്കണ്ട എന്ന് പറഞ്ഞ് അമ്മച്ചി നിർബന്ധം പിടിച്ചത് കൊണ്ട് കാല് മുറിക്കാതെ അതേ രീതിയിൽ എന്റെ അമ്മച്ചിയെ മടക്കി വീട്ടിലേക്ക് കൊണ്ടുപോകും. പ്രിയമുള്ളവരെ, രോഗത്തിന്റെ മുട്ടിന്റെ അവസ്ഥയിലേക്ക് അമ്മച്ചി പ്രവേശിക്കുക. ശരീരം മുഴുവൻ നീരുവന്ന് വീർത്തു. കാലിന്റെ മുട്ടിന് ബാധിച്ചതായിരിക്കുന്ന ക്യാൻസറിന്റെ അണികൾ മുകളിലേക്ക് വ്യാപിച്ചു, താഴേക്ക് വ്യാപിച്ചു. ഒരു മാംസമുണ്ട പോലെ തന്റെ കട്ടിലിൽ കിടക്കുന്നതായ അവസരം പുല്ലാട് സഹിയോൻ മർത്തോമയുടെ വകയില് 3 ദൈവദാസന്മാർ ഭയത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായ എന്റെ പിതാവിനോട് വന്ന് ചോദിച്ചു, കറിയാച്ച താങ്കളുടെ ഭാര്യയ്ക്ക് വേണ്ടി ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ലോകത്തിലെ സകല ആശകളും കൈവടിഞ്ഞുകളായി മരണവുമായി മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവരുടെ പ്രാർത്ഥന മൂലമെങ്കിലും അല്പം ഒന്ന് ആശ്വസിക്കുന്നെങ്കിൽ ആശ്വസിക്കട്ടെ എന്ന് വിചാരിച്ച് എന്റെ പിതാവ് പ്രാർത്ഥിക്കുവാനുള്ള അനുവാദം കൊടുത്തു. ആ ദൈവമക്കൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം യാതൊരു അത്ഭുതവും പ്രവർത്തിച്ചില്ല. അവർ ചോദിച്ചു, അടുത്ത ചൊവ്വാഴ്ചയുടെ പ്രാർത്ഥിക്കട്ടെ. 2ാമത്തെ ചൊവ്വാഴ്ചയിൽ പ്രാർത്ഥിക്കുന്നവരോട് അനുവാദം കൊടുത്തു. കുറച്ചുകൂടി ആളിനെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ രാവിലെ മാറ്റി നിർത്തി ചെവിയിൽ മന്ത്രിച്ചു, ദൈവമക്കൾ എന്ന് പറയുന്ന ഈ ഭോഷന്മാർ ആളിനെ കൂട്ടിക്കൊണ്ട് നമ്മളെ ചാക്കിടാനായിട്ട് വന്നിരിക്കുകയാണ്. എന്റെ പിതാവിനോട് ചോദിച്ചു, ഈ ചോട്ട ഉപദേശമാർ വന്നാൽ നമ്മളെ കിട്ടുമോ? നീ ശാന്തമായി നീ അടങ്ങിയിരി. അന്ന് രാത്രിയിലും തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി കണ്ണുനീരോടുകൂടി ആ ദൈവമക്കൾ പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം യാതൊരു അത്ഭുതം പ്രവർത്തിച്ചില്ല. അവര് വ്യാഴാഴ്ച ചോദിച്ചു, അടുത്ത ചൊവ്വാഴ്ചയോട് പ്രാർത്ഥിക്കട്ടെ. 3ാമത്തെ ചൊവ്വാഴ്ച പ്രാർത്ഥിക്കട്ടെ ചോദിച്ചപ്പോൾ ഞാനതിനെ ശക്തമായിട്ട് വിലക്കി. കാരണം ഞാൻ ഉൾപ്പെടെ നിൽക്കുന്നതായ എന്റെ ക്ലബിലേക്ക് ചെന്നപ്പോൾ അഭ്യസനത്തിലായ യുവസ്നേഹന്മാർ എന്നോട് ചോദിച്ചു, ഇന്നലെ വരെ ദൈവമീനായ ശക്തിയുക്തം പഠിപ്പിച്ച നിന്റെ വീട്ടിൽ പ്രാർത്ഥനയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദമൊഴിയിൽ കേൾക്കുന്നുണ്ട്. നിനക്ക് ചെവിയിലെ ഇതുമായി നടക്കുവാൻ അതൊരു വലിയ ചോദ്യചിഹ്നമായി മുമ്പിൽ നിന്നു. ഞാൻ എന്റെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, കേരള ഗവൺമെന്റിന് മുമ്പിൽ ഒരു കൂട്ടം ആൾക്കാർ തങ്ങളുടെ ആവശ്യത്തെ പരിഗണിച്ച് നിരാകാര സത്യാഗ്രഹം അനുഷ്ഠിച്ചാൽ അവരുടെ ആവശ്യത്തെ പരിഗണിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ദൈവമക്കളുടെ കണ്ണീരെ മാനിക്കാത്ത ദൈവമല്ല, അത് ദൈവമില്ലാതെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് ശക്തിയില്ല. ഇനി മേലാൽ ഈ കൂട്ടരോടൊന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. നിങ്ങൾ അനുവദിച്ചാൽ നിങ്ങൾ എന്റെ മാതാവാനിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ മകനായിരിക്കുകയില്ല. സ്നേഹിതരെ, സുഹൃത്തുക്കളെ, എന്റെ മാതാവിന്റെ വലിയ ആവശ്യത്തിന് വേണ്ടി ഞാനാണ് എടുത്തുകൊണ്ട് പോകുന്നത്. എന്റെ അമ്മച്ചിയുടെ ലക്ഷം പോലും പറഞ്ഞില്ല. എന്നാൽ അന്ന് രാത്രിയിൽ എന്റെ പിതാവിന്റെ മൗനാനുബന്ധത്തോടുകൂടി 3ാമത്തെ ചൊവ്വാഴ്ചയുള്ള ഒരു കൂട്ടായ്മയ്ക്കുള്ള ക്രമീകരണം ചെയ്തു. 1972 ഓഗസ്റ്റ് മാസം 14 രാത്രി സന്ധ്യാവേളയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയുടെ വീട്ടിൽ ആത്മീയ കൂട്ടായ്മ നടക്കുന്നത് അറിഞ്ഞ് ഒരു വലിയ കൂട്ടം ഞങ്ങളുടെ വീട്ടിലേക്ക് ഒഴുകി വരുവാനാണ് തുടങ്ങി. അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചതായി ഞാൻ എന്റെ അമ്മച്ചിയുടെ തന്നെ കിടപ്പ് മുറികളിലൂടെ കടന്നിയാലും മരണമായി മല്ലടിച്ചുകൊണ്ടിരുന്നതിന്റെ പെട്ടെന്നുള്ളവരോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി, നിങ്ങളുടെ ഇളയ മകനായ ഈ ചെറുപ്പക്കാരന്റെ അഭിമാനത്തെ മാനിക്കുവാൻ കഴിയാത്ത ഒരു തള്ളിയായി പോലെ നിങ്ങൾ, ഞാനത് ഖേദിക്കുന്നു. ഇന്ന് മുതൽ നിങ്ങൾ എന്റെ മാതാവല്ല, ഞാൻ നിങ്ങളുടെ മകനല്ല എന്ന് പറഞ്ഞ് എന്നെ നൊന്ത് പ്രസവിച്ച് എന്റെ അമ്മച്ചിയോട് എന്നെ പാൽ കുട്ടി വളർത്തി എന്റെ പെട്ടെന്നുള്ളയോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് വീടിനോട് വിള പറഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ ഒരു മഹാഭാപിയായിരുന്നു ഞാൻ. അന്ന് രാത്രിയിൽ മദ്യപാനികളായ സുഹൃത്തുക്കൾ മൊത്തം കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ രാഷ്ട്രീയ സമര മീറ്റിംഗ് നടത്തി. സഖാവ് ഗൗരിയമ്മ
ഇന്നേക്ക് 53 വർഷങ്ങൾക്ക് മുൻപേ അവരുടെ യുവത്വത്തിന്റെ പ്രസരത്തിൽ രക്തത്തിളപ്പിൽ ആവേശത്തോടുകൂടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ സമരവീന്റെ നടുവിൽ ഞാനും ചെന്നിരുന്ന് ലോകത്തിന്റെ സന്തോഷത്തിൽ രസിക്കുവാനാണ് നോക്കി. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ നടുവിൽ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവിന്റെ സ്നേഹം ഒരു വേട്ടപ്പെട്ടിയെ പോലെ എന്നെ തേടി ആ രാഷ്ട്രീയ സമരവീന്റെ നടുവിലേക്ക് കടന്നു വന്നു. ദൈവത്തിന്റെ ആത്മാവിനോട്, മകനെ, നിന്റെ വീട്ടിൽ ഞാൻ അത്ഭുതം പ്രവർത്തിക്കാൻ പോവുക, നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകൂ. സയൻസിൽ ഡിഗ്രി എടുത്തതായ ചെറുപ്പക്കാരനാണ് ഞാൻ. മനുഷ്യന്റെ അൺകോൺഷ്യസ് കിടക്കുന്ന ചിന്തകൾ അവ ശരീരത്തിൽ ബലഹീനാവുമ്പോൾ അവന്റെ കോൺഷ്യസ് പതിലേക്ക് ഉയർന്നു വരുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. സയൻസിന്റെ തിയറി വെച്ച് ദൈവാത്മാവിന്റെ ആലോചനയെ ആഞ്ഞു വെട്ടി നോക്കി. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി എന്നെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. എനിക്ക് അവിടെ ഇരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ ഞാൻ എത്തി. എന്റെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ മകൻ മദ്യപാനിയായ ബേവുക്കുട്ടിയെ അടുക്കലിൽ കൊണ്ട് ഞാൻ ആ ബേവുക്കുട്ടിയോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും എന്റെ വീടിനെ പഠിക്കൊണ്ട് മടങ്ങിപ്പോരൂ, എനിക്ക് ഇവിടെ ഇരിക്കാൻ സാധ്യമല്ല. അവനെന്നെ വീടിന്റെ പഠിക്കൊണ്ട് ഇറക്കി വിട്ടു. ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ വീടിന്റെ വരാന്തയും മുറികളും മുറ്റുമെല്ലാം ഭയങ്കര മരക്കൂട്ടമാണ്. ഞാൻ ആ മീറ്റിംഗിൽ ഒരു ഒഴിഞ്ഞ കൂടി ഒച്ച നിന്ന് എന്റെ കൈയുടെ വെള്ളക്കകത്ത് മുഖമർത്തി ഒരു നിസ്സംഗതനായിരിക്കുമ്പോൾ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ഓർമ്മ വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തോട് ശാന്തമായി ഇടപെടാൻ തുടങ്ങി. ഓർമ്മയായ നാൾ മുതൽ ഞാൻ ചെയ്യുന്നതായ രഹസ്യ പരസ്യ പാപങ്ങൾ ഒരു സ്ക്രീനിൽ പതിയുന്ന പോലെ എന്റെ മനോമുഖത്ത് വീഴുവാൻ തുടങ്ങി. എന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞാൻ മഹാഭാവിയായ ഒരു ചെറുപ്പക്കാരനാണ്. ഇന്നു മുതൽ നിന്റെ മകനായിരുപ്പാൻ എന്നെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അന്ന് രാത്രി ഞാൻ അനുഭവിച്ചതായ ആനന്ദം എനിക്ക് വിവരിപ്പാനായിട്ട് സമയമില്ല. ഞാൻ ഇരുന്നതായ അതേ നിമിഷത്തിൽ നീണ്ട 26 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് അവസാനത്തെ 7 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കിൾ അറിയാച്ചെന്ന അവരുടെ നാമത്താൽ കേരള രാജ്യത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന എന്റെ വന്യപിതാവ് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു, ഞാൻ മഹാഭാവിയായ മനുഷ്യനാണ്. ഇന്ന് രാത്രി എന്നെ ഇതിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരൊറ്റ രാത്രിയിൽ അപ്പനും മകൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവിടെ എന്റെ സന്തോഷം അവസാനിക്കുന്നില്ല. ഞാൻ ഇരുന്ന് ആ മീറ്റിംഗ് അവസാനിപ്പിച്ചപ്പോൾ കൂട്ടായ്മയുടെ ലീഡേഴ്സിനോട് പറഞ്ഞു, അടുത്ത ചൊവ്വാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വേണം കൂട്ടായ്മ എന്ന് ആദ്യമേ പറഞ്ഞത് ഞാനാണ്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ കൂട്ടായ്മ നടക്കാൻ തുടങ്ങി. അതിന് രണ്ടാമത്തെ ചൊവ്വാഴ്ച 1972 ഓഗസ്റ്റ് മാസം 28 രാത്രി എന്റെ അമ്മച്ചിയുടെ ശരീരം നിശ്ചലമായി. ആ തൊണ്ടയ്ക്ക് മാത്രമേ എക്കുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നിശ്ചലമായി. ശരീരത്തിൽ എവിടെ വെള്ളമുള്ള വിദ്യാലയം ആ വെള്ളം അകത്തോട്ട് കയറും. അതുപോലെ പഴുത്ത് വീർത്തിരിക്കുന്നതായ എന്റെ അമ്മച്ചി ദൈവമക്കൾ വരാനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് ഉൾമുറിയിൽ മരണമായി മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അമ്മച്ചിയുടെ ശരീരത്തിലൂടെ പെട്ടെന്ന് ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ആളുകളുടെ സഹായമില്ലാതെ തന്നെ ഒന്ന് എഴുന്നേറ്റിരിക്കുവാൻ കഴിയാത്ത എന്റെ അമ്മച്ചിക്ക് തന്നെ ഒന്ന് എഴുന്നേറ്റിരിക്കണം തോന്നി. അന്ന് രാത്രി പരസഹായമില്ലാതെ അമ്മച്ചി കൈ തലയിണയിൽ കുത്തിക്കൊണ്ട് മെല്ലെ ശാന്തമായിട്ട് എഴുന്നേറ്റിരുന്നു. ആരുടെയെങ്കിലും സഹായമില്ലാതെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത എന്റെ മാതാവിന് തന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം തോന്നി. എന്റെ അമ്മച്ചി അന്ന് രാത്രി എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. പരസഹായമില്ലാതെ ഒരു സ്റ്റെപ്പ് നടക്കുവാൻ കഴിയാത്ത എന്റെ മാതാവിന് തന്നെ ഒന്ന് നടക്കണമെന്ന് തോന്നി. എന്റെ അമ്മച്ചി ഈ ലോകത്തിലെ ഉന്നതന്മാരായ ഡോക്ടേഴ്സ് ഇവരിൽ 2 കാലങ്ങളായി എഴുന്നേറ്റ് നടക്കുകയില്ലാതെ വീരേറി ഉപേക്ഷിക്കപ്പെട്ട എന്റെ പെറ്റതല്ല ദൈവത്തിന്റെ ആത്മസ്പർശനത്താൽ 2 കാലം നടത്തുറപ്പിച്ച് കൂട്ടായ്മ നടുവിലേക്ക് കടന്നു നിർത്തം ചെയ്തു. 46 വർഷം കൊണ്ട് എന്റെ അമ്മച്ചി ഭൂമി ജീവിച്ചു. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. കൈയ്യ നമ്മൾ പറയും യേശു മാറാത്തവൻ. Oh
യേശു എന്റെ രക്ഷകനാണെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? ദൈവം ഒരവസരമില്ല. എനിക്കതിന് വ്യക്തതയില്ല, അതിനെപ്പറ്റി ഉറപ്പില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കുന്നവന് ശാന്തമായി പറ, കർത്താവ് എനിക്കതിനെ പറ്റി ഉറപ്പില്ല. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം അങ്ങനെ ഞാൻ എൻ്റെ കർത്താവിന്റെ രക്ഷകരമായി സ്വീകരിക്കുന്നു. എന്നെ കുറവിടെ നിക്ഷേപിക്കണമെന്ന് പ്രാർത്ഥിക്കാമോ? വില്യം കൂപ്പർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇംഗ്ലണ്ടിലെ പ്രഭു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഏക സന്തതി. അവനെ പഠിപ്പിച്ചൊരു വലിയ ബാരിസ്റ്ററാക്കുവാൻ അവൻ മാതാപിതാക്കൾ ആഗ്രഹിച്ചു. ലോ പഠിക്കുവാൻ ലോ കോളേജിൽ കൂടി ചേർത്തു. പക്ഷേ ലോ കോളേജിലെ കൂട്ടുകാരുടെ സഹവർത്തിത്വം അവന്റെ സ്വഭാവത്തെ ആകപ്പാട് താറുമാറാക്കി. മദ്യപാനിയായി, സ്ത്രീലംബടനായി, വളരെ മോശമായ ജീവിതത്തെ കഴിക്കാൻ തുടങ്ങി. ഒരിക്കൽ കപ്പലിൽ കൂട്ടുകാരമൊത്ത് മദ്യപിച്ച് ഉല്ലാസയാത്ര ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായ കൊടുങ്കാറ്റിൽ ഈ കപ്പൽ തകർന്നു. കൂപ്പർ ഉൾപ്പെടെ എല്ലാവരും വെള്ളത്തിൽ വീണു. കൂപ്പറിനെ നീന്തറിയാം, പക്ഷെ എങ്ങോട്ടാണ് നീന്തുന്നത്? രാത്രി നിശബ്ദയിൽ കരകടാത്തതായിരിക്കുന്ന ജലപ്പരപ്പ്. എങ്ങോട്ട് നീന്തണമെന്ന് അറിയാമായ കയ്യിൽ ഒരു പരാകഷ്ണം കിട്ടി. ആ പരാകഷ്ണത്തിൽ ആ വെള്ളത്തിന്റെ ഓളത്തിനനുസരിച്ച് ഇങ്ങനെ പൊങ്ങിയും കാര്യം കിടക്കി. നേരം പരവരാ വെളുത്തപ്പോൾ അങ്ങ് ദൂരെ ഒരു കുരിശ് കണ്ടു. ബ്രിട്ടീഷുകാർ പണിതായ ഒരു ദേവാലയം, ആ ദേവാലയം തകർന്നെങ്കിലും അതിന്റെ മുതലാവിൽ ഉയർത്തപ്പെട്ടതായ പിച്ചകളോടുള്ള കുരിശ് അതിങ്ങനെ നീക്കിയ ഉദയസൂര്യന്റെ കിരണമേറ്റ കുരിശ് അങ്ങനെ ശോഭിതമായി. മൂകമായ ഭാഷയിൽ കുരിശ് പറഞ്ഞു, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അവർ ആ കുരിശിനെ നോക്കി നീന്തി മണിക്കൂറുകൾ നീന്തി അവസാനം കരയ്ക്ക് എന്നുകൊണ്ട് സുബോധം നഷ്ടപ്പെട്ടു. കുറച്ചേറെ സമയം കഴിഞ്ഞ് സുബോധം വന്ന് തലമുക്കി നോക്കിയപ്പോൾ മുന്നിൽ കുരിശ്. കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ഞാൻ ആ പ്രാവശ്യത്തെ വെക്കേഷൻ കൊണ്ട് വീട്ടിൽ നിന്ന് പോരടിച്ചപ്പോൾ അമ്മയുടെ ലൈബ്രറിയിൽ നിന്ന് ഒരു തടിച്ച പുസ്തകം വലിച്ചെടുത്തു. ആ പുസ്തകം അവൻ അലക്ഷ്യമായി മറിച്ചു നോക്കി. അമ്മ ചില വാക്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തേക്കുന്നു. ഒരു വാക്യം അവന്റെ കണ്ണിൽ ഉടക്കി. ആ വാക്യം എങ്ങനെയാണ്? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി ഉയർത്തി. അവനോട് വായിച്ചു, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി ഉയർത്തി. രണ്ടാമത് വായിച്ചപ്പോൾ ഈ പുസ്തകം കൂപ്പറിനോട് ചോദ്യം ചോദിച്ചു, കൂപ്പർ, ഡു യു ബിലീവ് ഇറ്റ്? കൂപ്പർ, ഡു യു റിയലി ബിലീവ് ഇറ്റ്? പെട്ടെന്ന് തകർന്നു. ആ കൊച്ചകത്തിലെ മുഖം അമർത്തി വിലപിക്കറിയാൻ തുടങ്ങി. യെസ് ലോർഡ്, നൗ ഐ ബിലീവ് ഇറ്റ്, നൗ ഐ സ്ട്രോങ്ലി ബിലീവ് ഇറ്റ്. ഞാൻ അത് ശക്തമായി വിശ്വസിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു അസ്വസ്ഥത, ഒരു അന്ധകാര ശക്തി ബഹിർഗമിച്ചു. ഒരു വലിയ ആനന്ദത്തിന് തിരത്തങ്ങളുണ്ടായി. അത് എഴുന്നേറ്റ് ആ റൂമിൽ നിന്ന് ഡാൻസ് ചെയ്യാനായിട്ട് അങ്ങനെ തുടങ്ങി. അപ്പോൾ അവന്റെ കൈയുടെ വിരവ് ആ മൂലൊക്കെ ചാരി വെച്ചിരിക്കുന്നത് ഗിറ്റാറിന്റെ കമ്പികളും തട്ടി ശബ്ദപ്പെടുത്തു. പെട്ടെന്ന് ഗിറ്റാർ കൈയെടുത്തു. അവന്റെ കൈകൾ ഭാസ്കരമായി ചലിക്കുവാൻ തുടങ്ങി. ആ മുറിക്കുള്ളിൽ പാപക്ഷമ ഏറ്റെടുത്തതായിരിക്കുന്ന രക്ഷയുടെ ആ സ്റ്റെപ്പിലേക്ക് പ്രവേശിച്ചതായ കൂപ്പർ ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കി. കേശു മാറിച്ചെന്നോ ഞാൻ വിശ്വസിക്കുന്നു, പാപമെന്നെ എൻ പേർ യേശു ഭരിച്ചെന്ന് പറ. ചൂടോടെ പറ. Do you believe it? Do you believe it? Yes. കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മരിക്കേണ്ട സ്ഥലത്ത് എനിക്ക് പകരമായി അങ്ങ് വിശ്വസിച്ചിട്ടുണ്ടെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സംശയകരമായി വിശ്വസിക്കുന്നവര് അവിടെ തലമുറ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും കരമുയർത്താനല്ല പറഞ്ഞ് ഞാനത് വിശ്വസിക്കുന്നു. യേശു എനിക്ക് വേണ്ടി മരിച്ചെന്ന് ആ കൈ ചങ്കിന്റെ പുറത്തോട് വെച്ച് കണ്ണുകൾ അടച്ചാല് അർത്ഥം മനസ്സിലാക്കി
ആത്മാർത്ഥതയോടുകൂടി അനുതാപത്തോടുകൂടി ജീവിതത്തിനെ അനുഭവത്തുന്ന ഉറക്കെ നമുക്ക് പാട്ട് പാടാം. അരക്കൈമുക്കൈയല്ല, അഭിമാനത്തോട് ഉയർപ്പെട്ടാൽ അനുഭവത്തോടുകൂടി ഉച്ചത്തിൽ 3 ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന്, സാൽവേഷൻ ഫ്രം ദ പെനാൽറ്റി ഓഫ് സിൻ, ജസ്റ്റിഫിക്കേഷൻ. രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം എടുത്താല് ഫിലിപ്പിയ ലേഖനം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 12. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടുകൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. അപ്പൊ ആദ്യത്തെ രക്ഷയ്ക്കായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം ആരേറ്റെടുത്തു? സ്വർഗം ഏറ്റെടുത്തു. എന്നാൽ ഇവിടെ നാം വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണം. അതിനാണ് പറയുന്നത് വർത്തമാനകാല രക്ഷ എന്ന് പറയുന്നത്. തിയോളജിക്കൽ വേർഡ് സാങ്ക്ടിഫിക്കേഷൻ. സാങ്ക്ടിഫിക്കേഷൻ മീൻസ് സാൽവേഷൻ ഫ്രം ദ പവർ ഓഫ് ദ ക്രോസ്. ഹല്ലേലൂയ. ക്രൂശിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ അത് നമ്മൾ ഓരോ ദിവസവും പ്രാപിക്കണം. നമ്മുടെ ജീവിതത്തിൽ വന്നതായ തെറ്റുകുറ്റങ്ങൾ അന്താമ ഹൃദയത്തോടുകൂടി നമ്മൾ ഏറ്റുപറയണം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു വെള്ളയുടുപ്പ്, ഈ വെള്ളയുടുപ്പിട്ടുകൊണ്ട് എനിക്ക് നാളെ പ്രസംഗിക്കാൻ പറ്റിയില്ല. കാരണം ഇതിപ്പോൾ വേർത്തു ഒരു ദുർഗന്ധം വമിക്കുക. ഇതെനിക്ക് നാളെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ കത്തിച്ച് കളയുന്നില്ല. കളഞ്ഞു ഞാൻ എന്തെടുത്തു? പിന്നെ വാഷ് ചെയ്ത് തേച്ച് ഇടുക. അതാണ് സാങ്ക്ടിഫിക്കേഷൻ പോലെ. നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന തെറ്റുകൾ, കുറവുകൾ ദൈവസേനയെ സമ്മതിച്ച് അനുതാപത്തോടുകൂടി കർത്താവേ എന്നെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാന കൊള്ളുന്നതിന് മുന്നമേ നമ്മളൊരു പ്രാർത്ഥന ഏറ്റി വരും. അതിനെന്താ പറയുന്നത്? കുംഭസാര പ്രാർത്ഥന. നിങ്ങളത് അർത്ഥവത്തായി അതിന്റെ അക്ഷരം മനസ്സിലാക്കി, വാക്കുകൾ മനസ്സിലാക്കിയത് ചൊല്ലിക്ക് നിങ്ങളുടെ കണ്ണുകൾ നിറയും. അതിനകത്ത് വന്നിരിക്കുന്ന വ്യക്തി ഞാനാണ് എന്ന് വിചാരിച്ച് ആ ഒരു അനുഭവത്തോടുകൂടി, ഉറപ്പോടുകൂടി, അവബോധത്തോടുകൂടി അതൊന്ന് ഏറ്റുപറയണം. അതിനാണ് വിശുദ്ധീകരണം. സാങ്ക്ടിഫിക്കേഷൻ മീൻസ് സാൽവേഷൻ ഫ്രം ദി പവർ ഓഫ് ദ ക്രോസ്. മൂന്നാമത്തെ രക്ഷ ഇനി രക്ഷപ്പെടാൻ പോകുന്നേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അവിടെ രക്ഷിക്കപ്പെട്ടില്ല. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി രക്ഷിക്കപ്പെടും. അതെപ്പോഴാണ്? എബ്രായ ലേഖനം ഹീബ്രൂ ചാപ്റ്റർ 9 വേഴ്സ് 28. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവർ പാപം കൂടാതെ രണ്ടാമത് രക്ഷപ്പെടും. കർത്താവിന്റെ പ്രത്യക്ഷതയിലാണ് നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത്. അതിനെ ഭാവികാല രക്ഷ എന്ന് പറയും. തിയോളജിക്കൽ വേർഡ് ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണം എന്ന് പറയും. ഗ്ലോറിഫിക്കേഷൻ മീൻസ് സാൽവേഷൻ ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് താനും മോചനം പ്രാപിക്കുന്നതായ ആ രക്ഷയ്ക്കാണ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ രക്ഷാ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. യേശുമായി if you relate your life with Jesus Christ, you will be able to turn all your
your souls. Hallelujah. നിങ്ങളുടെ ഇരിപ്പെനിക്ക് എനിക്ക് വളരെ വേദന, മുഖത്തൊരു സന്തോഷമില്ല. ഈ മോർച്ചറിയിൽ നിന്ന് ബോഡി കൊണ്ടിട്ടിരിക്കുന്നവരെ നിങ്ങൾ ഇരിക്കും, ഒന്ന് സന്തോഷിക്കുകയും ചെയ്യും പ്ലീസ്. ഈ പ്രസംഗം ഇനി നിങ്ങൾ എത്ര നാൾ കേൾക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Are you related with Jesus Christ? യേശു ക്രിസ്തുവാൻ. If you relate your life with Jesus Christ, you will be able to turn all your sorrows മാറ്റുമല്ല, turn all your sorrows into songs. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ ഒരു പാട്ടുകാരനോടായിരുന്നു എം വി ചെറിയാൻ സാർ. ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് കുടിയേറ്റ സ്വദേശികൾ, കുന്നനാട് നോയൽ മെമ്മോറിയൽ ഹൈസ്കൂളിൽ മലയാള മനുഷ്യരായിരുന്നു. അതേ ജോലിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വിളിയുണ്ടായി ജോലി രാജിവെച്ച് ഭാര്യാസമേതനായി തമിഴ്നാട്ടിൽ ചെങ്കോട്ടയുടെ പ്രദേശത്ത് സുവിശേഷകനായി പോയി. മതം മാറ്റുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇദ്ദേഹത്തെ എതിർത്ത് അങ്ങനെ വീടുകളിലും കയറ്റിയത്. 13-14 കിലോമീറ്റർ റണ്ണിങ് ചില ക്രിസ്ത്യാനികളുണ്ട്, അവരുമായി കൂട്ടായ്മയായിരിക്കും രാത്രി തന്നെ മണിക്കൂർ. ചില വർഷങ്ങൾ കഴിഞ്ഞ് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാര്യ, പൂർണ്ണ ഗർഭിണിയായ ഭാര്യയോട് പറഞ്ഞു, ഞാൻ 13 കിലോമീറ്റർ ദൂരെ സ്ഥലത്ത് കൂട്ടായ്മയ്ക്ക് പോവുകയാണ്, ഞാനിവിടെ ഉണ്ടെങ്കിലും ദൈവകൃപയിൽ തന്നെ നിങ്ങൾക്ക് സുഖമായി പ്രസവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് യോഗസ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഭാര്യ ഏൽപ്പിച്ച് യോഗസ്ഥലത്തേക്ക് പോയി. രാത്രി 12:30 ആയപ്പോഴാണ് മടങ്ങി വരും. വീടിന്റെ വഴിക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ദയനീയമായ ശബ്ദമാണ് ഭക്തനെ സ്വാഗതം ചെയ്തത്. ഓടിച്ച് നോക്കിയപ്പോൾ ഭാര്യ പ്രസവനോട് നിലവിളിക്കുക. അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ സഹായിക്കാനായിട്ട് ആ ഗ്രാമത്തിൽ ആരുമില്ല. ഈ നിസ്സഹായ അവസ്ഥയിൽ താൻ എന്താ ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു. കടലിനോട് പ്രാർത്ഥിച്ച്, കർത്താവേ, നീ അല്ലാതെ എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല. ഭാര്യയുടെ ഹൃദയങ്ങളുടെ ശബ്ദം വർദ്ധിച്ചു വന്നു. അത് കേൾക്കാൻ കരുത്തില്ലാത്ത മനുഷ്യൻ ആ മഴക്കൂട്ടത്തേക്ക് ദുരിതത്തിൽ അങ്ങോട്ടും കൂടെ നടക്കാൻ തുടങ്ങി. കണ്ണുകളിൽ കൂടെ കണ്ണുകൾ ധാരാളമായിട്ടൊഴുകി. ഇന്ന് പലർക്കാരും ഒരു കാര്യം പറയുന്നു, എന്റെ ദൈവസേനയിൽ ഒരു വിശ്വാസിയുടെ കണ്ണ് നിറഞ്ഞാൽ അവിടെ സ്വർഗം ഇറങ്ങി വരും. വിശ്വസിക്കുന്നവരുടെ അല്ലെങ്കിൽ നിന്റെ കണ്ണ് ദൈവസേന നിറഞ്ഞാൽ അവിടെ സ്വർഗം ഇറങ്ങി വരും. അങ്ങനെ കണ്ണീരോടുകൂടി ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തോട് വാക്യം പറഞ്ഞു, എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞാനൊക്കെ യഹോവയ്ക്ക് പ്രത്യാശ വെക്കുക, ധൈര്യപ്പെടിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഈ വാക്യം വിട്ടപ്പോൾ ഉള്ളം തണുത്തു, ഒരു നെടുവീർപ്പ്. ആ നെടുവീർപ്പിനെ ദൈവാത്മാവ് ഒരു പാട്ടായിട്ട് അവരിലേക്ക് വിട്ട് ജീവിതത്തിൽ ആദ്യമായി തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിർവികാരിയായിട്ടിരിക്കുമ്പോൾ ദൈവം കൊടുത്തതായ ആശ്വാസത്തിന്റെ മുമ്പിൽ ആ ഭക്തനെ പാട്ടുണ്ടാക്കി. പാടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ പടിക്ക് ഒരു കുതിര കൊണ്ടിരുന്നു. 75 വർഷം മുമ്പ് നടന്നൊരു സംഭവം. ആ കുതിര കൊണ്ടിരുന്ന വയോധികനായ മനുഷ്യനും യവനക്കാർത്തിയ ഒരു സ്ത്രീ പറയുമോ, ആ വയോധികൻ എബിച്ചിനാസാറോട് പറഞ്ഞു, ഞങ്ങൾ മദനിക്ക് ട്രെയിനിൽ പോകുവാൻ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലോ ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയപ്പോൾ ട്രെയിൻ അങ്ങ് മൂവ് ചെയ്തു പോയി, ഞങ്ങൾക്ക് അത് കയറുവാൻ സാധിക്കില്ല. ഒരു യവനക്കാർത്തിയുമായി റെയിൽവേ സ്റ്റേഷനിൽ രാവാക്കുന്നത് ശരിയല്ലായിരുന്നു. ഇന്നത്തെ ഏതാണ് നിങ്ങളുടെ നാട്ടുകാരുടെ സുവിശേഷകരുണ്ട്, അദ്ദേഹത്തോടൊപ്പം ഇന്ന് രാത്രി രാവാർത്ത് നാളെ രാവിലെ നിങ്ങൾക്ക് യാത്ര തുടരാമെന്ന് പറഞ്ഞ് ആ റെയിൽവേയിലെ ചില ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ ഒരു കുതിരവണ്ടി ഇങ്ങോട്ട് അയച്ചിരിക്കുക. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിലൊന്ന് വിശ്രമിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു. ആ ഓർക്കണം, തന്നെ ഭാര്യയുടെ ദയനീയമായ സ്ഥിതി ഒരു വശത്ത്, മറുവശത്ത് അവധിയായ രണ്ട് അതിഥി എഴുതിയതും അതേ ശാന്തമായി നിന്നപ്പോൾ നടത്തിയ ഹൃദയത്തിലും ചിന്ത അതിഥി സംസ്കാരം ദൈവമക്കൾക്കുള്ളതാണല്ലോ. അദ്ദേഹം എല്ലാം പറഞ്ഞു, പരിമിതമായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ വന്ന് വിശ്രമിക്കാമല്ലോ. അവർക്ക് വീട്ടിലേക്ക് അനയിച്ചു. ചില സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ച് പെട്ടെന്ന് ആ യൗവനക്കാരനെ അവിടെ നിന്നു. അവിടെ തന്നെ എമ്മിച്ചാറിനോട് ചോദിച്ചു, മുറിക്കുള്ളിൽ ഒരു സ്ത്രീയുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്നല്ലോ, എന്താ ചോദിച്ചു. അതോ എന്റെ ഭാര്യയുടെ നിലവിളിയാണ്, പ്രസവനോട് നിലവിളിക്കുക. ആദ്യത്തെ പ്രസവമാണ്. ഈ ഗ്രാമത്തിൽ ഞാൻ സുവിശേഷകരായതുകൊണ്ട് എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല. ഞാൻ തകർന്ന ഹൃദയത്തോടുകൂടി ദൈവസേന നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതുപോലെ. അവിടെ ആ സ്ത്രീയെ വെച്ച് ഞാൻ ആ മുറിക്കുള്ള കയറിക്കോട്ടെ, അയ്യോ ഒരു വിരോധയിലാകുമോ. അപ്പൊ ഞാൻ ബ്രീഫ് കേസിലാണ് പറഞ്ഞു, ഓരോന്നിങ്ങനെ കയറി വന്ന ബ്രീഫ് കേസ് പഠിച്ചുകൊണ്ട് ആ യൗവനക്കാർക്ക് വെളിയിൽ നിന്ന് എമിക്കരാസാനോട് പറഞ്ഞു,
ആ സ്ത്രീ മുറിക്കുള്ളിക്കാരി ഏറെ സമയം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിലെ ശബ്ദം നൃത്തം ചെയ്തു. പിന്നെയും ആ കുഞ്ഞിനെ കരത്തിലേറ്റിക്കൊണ്ട് വെളിയിൽ വന്ന് എമിറ്റിനാസാനോട് ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മധുര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് ലഭിച്ചതായ ഒരു ലേഡി ഡോക്ടറാണ്. നാളെ ഡ്യൂട്ടി ജോയിൻ ചെയ്യാനുള്ളതാണ്. എന്നാൽ ഇന്ന് രാത്രി എന്റെ രാത്രി മുടക്കി ഇവിടെ കൂട്ടിക്കൊടുന്നതായ ദൈവം ജീവിക്കുമോ? ഇന്ന് പകർക്കാലം ഇന്ത്യ രാജ്യത്തിനോട് ജീവിതത്തിന്റെ ഭാരവുമായി വേദനയുമായി മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത സ്വകാര്യ ദുഃഖവുമായി ആരെങ്കിലും ഇരിക്കുമെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിൽ കേൾപ്പില് വിശ്വാസത്തോടുകൂടി കൈയടിച്ച് ആ പാട്ടിന്റെ അടുത്ത സ്ഥാനം നമുക്കത് പാടാം. The assurance of salvation. Number 1 John chapter 3 verse 3. ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായം. അവനിലെ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നു. ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുകയും be prepared in holiness. വിശുദ്ധിയിലൂടെ കാത്തിരിക്കണം. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കും. ഇതൊന്നും നമ്മുടെ പള്ളികളിൽ ഇന്ന് പ്രസംഗിക്കുന്നില്ല. ജീവിതത്തിന്റെ അശുദ്ധിയോടുകൂടി നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ സാധ്യമല്ല. ദൈവം വിശുദ്ധനാണ്, സ്വർഗം വിശുദ്ധമാണ്. അതുകൊണ്ട് അശുദ്ധിയുടെ കളഞ്ഞ് കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. ഞാൻ ഒരിക്കൽ ചിക്കാഗോയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടുത്തെ നാസറിൻ ബൈബിൾ കോളേജ് അവിടുന്ന് പോയി പഠിക്കാൻ പോയതല്ല. അവിടുത്തെ ലൈബ്രറിയിൽ എന്റെ ബന്ധത്തിൽപ്പെട്ടൊരു കൊച്ചാണ്. അവിടെ അവിടുത്തെ പുസ്തകങ്ങളെല്ലാം സെയിലിട്ടിരിക്കുക, അച്ഛൻ വേണമെങ്കിൽ വന്ന് നോക്കാവുന്നു. ഞാനും അവിടെ അപ്പനും ആംഗ്ലയും കൂടെ കോളേജ് ലൈബ്രറി എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് ലൈബ്രറി. ഞാൻ ആഴ്ചയിൽ ഇതുപോലെ പുസ്തക ശാലങ്ങൾ എന്നോട് ഈ പുസ്തകങ്ങൾ അച്ഛൻ ഇഷ്ടമുള്ള എല്ലാം കൂടെ എടുക്കാൻ പറ്റും. ഞാനെല്ലാം കൂടെ എടുത്ത് അവിടെ മേശയുടെ മുന്നേ വരും. പക്ഷെ ഇത് മേശക്കാൾ ഇങ്ങനെ ഉയർത്തില്ല, മല പോലെ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചാൽ ഇതിന് എത്ര ആവും? അതൊക്കെ വളരെ $1000 കൂടുതലൊന്നും ആകുമ്പോൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. നല്ല കണക്ക് കൂട്ടി കമ്പ്യൂട്ടറിൽ അടിച്ചു വന്നപ്പോൾ അവിടെ പറഞ്ഞ $750 ആയിരുന്നു. ഭയങ്കര സന്തോഷം. ഈ വലിയ പുസ്തക ശേഖരം $750 സുളു വരെ കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷം. അത് ഞങ്ങൾ 4 ബണ്ടിലാക്കി. ഒരു ബണ്ടിൽ എന്റെ കയ്യിലാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കുതിരപ്പുറത്ത് പറഞ്ഞ തുള്ളിച്ചാടി വരും. കാര്യം ഇത്രയും പുസ്തകം കിട്ടിയുള്ള വലിയ സന്തോഷം. ഞാനിങ്ങനെ വന്നുകൊണ്ട് ആ ലൈബ്രറിയുടെ ഗേറ്റിന്റെ ഇവിടെ വന്നപ്പോ ഇല്ല, ഈ ഗേറ്റ് ഒറ്റ അലർച്ചയാണ്. തമ്പുരാനെ എന്റെ അകവാട് കിട്ടിപ്പോയി. ഒരു സെക്യൂരിറ്റി എല്ലാം സ്റ്റോപ്പ് 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 നമ്മുടെ കൂടി വരിക. ഇവിടുത്തെ ഈ പെൺകുട്ടി കൂടി ഒന്ന് പറഞ്ഞ എന്റെ അങ്കിളാണ്, എന്റെ കയ്യിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. എന്നിട്ട് അങ്കിളിനോട് എന്നോട് പറയാം, അങ്കിളെ ഇവിടുത്തെ ഒരു സിസ്റ്റം ഈ ലൈബ്രറിയുടെ ഓണർഷിപ്പിലുള്ള എന്തെങ്കിലും വെളിയിൽ കൊണ്ടുപോകുമ്പോൾ ഇതൊരു കമ്പ്യൂട്ടർ കോഡുണ്ട്, നിങ്ങൾക്കറിയാവുന്ന അത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയില്ലെങ്കിൽ എനിക്ക് സെൻസർ മിഷൻ വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര കൊലവിളി നടത്തുമ്പോൾ ഇതെല്ലാം അഴിച്ചു ഇറക്കി അവിടെ റീഫീഡ് ചെയ്യുന്നപ്പോൾ 1970 ഒരു പുസ്തകം, ഒരു പഴയ പുസ്തകം. പക്ഷെ അതിന്റെ ഹെഡിങ് അത് ഞാൻ സാധാരണ പുസ്തകത്തിന്റെ ബാക്ക് സ്വന്തമായി അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തതാണ്. പുറത്താണുള്ള ഇടയ്ക്ക് പുസ്തകം. ഈ പുസ്തകത്തിന്റെ നമ്പർ അവിടെ കമ്പ്യൂട്ടറിൽ അടിക്കാൻ വന്നപ്പോൾ ഈ ഗേറ്റ് ഇത്രയും കൊലവിളി നടത്തിയെങ്കിൽ ആ സ്വർഗത്തിന്റെ കവാടത്തിൽ ചെല്ലുമ്പോൾ എന്തൊരു ബഹളമായിരിക്കും. പിടിയിട്ടില്ല. അവിടെ സ്റ്റോപ്പ് പറയാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി കഴിയുന്നത് പ്രാപിക്കണം. ഇന്ന് കഴിയുന്നത് പ്രാപിക്കണം.
മദ്യപിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇവിടെ കാനഡയിൽ വന്ന ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരു ആന്റി എന്നോട് പറഞ്ഞ് എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. 18 വയസ്സ് മനുഷ്യൻ. ഇവിടെ മയക്കുമരുന്ന് ഫ്രീ അല്ല, സ്വാതന്ത്ര്യമുണ്ടല്ലേ? സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് എൻ്റെ മകൻ അതിന് അടിമയാണ്. ഈ പള്ളിയിൽ ആരെങ്കിലും ഉണ്ടോ? ഒരു വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നിങ്ങളുടെ ഹൃദയസ്ഥമാക്കണം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. നോക്കണം, ഇന്ന് ആരാധിക്കുന്ന ആരാധനയ്ക്കായി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളോട് പറയും നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. അടുത്ത പറഞ്ഞിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതെന്ന് അറിയുന്നില്ലയോ? അടുത്തത് ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ശാന്തമായ ജീവിതത്തിൽ എന്തെങ്കിലും അശുദ്ധി പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലാത്ത ബന്ധങ്ങളുണ്ടെങ്കിൽ, മദ്യമയക്കുമരുന്നുകൾ കഠിനമായിട്ടുണ്ടെങ്കിൽ ശാന്തമായി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഭാരമാകെ വരുമെന്നവേ. ഇന്ന് രാത്രി കർത്താവിനോട് കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവിനോട് കർത്താവെ നീ എന്നോട് ക്ഷമിക്കണമേ, എന്നെ കഴിയണമേ. ആലപ്പുഴ പട്ടണത്തിൽ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായി, പേര് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ പ്രസവത്തോടെ ബന്ധത്തിൽ ലോകത്തോടെ യാത്ര പറഞ്ഞു. അമ്മയില്ലാത്ത കുഞ്ഞിനെ ഈ വക്കീലും അദ്ദേഹത്തിന്റെ അമ്മയും കൂടെ കാടുപെട്ട് വളർത്തി മൺമിടുക്കനായി എല്ലാ ദിവസവും സ്വന്തം കിടക്കിൽ കൊണ്ട് കിടത്തി നല്ല കഥകൾ പറഞ്ഞ കുഞ്ഞിനെ ഉറക്കുന്ന ഒരു പതിവ് പിതാവുമുണ്ട്. ഒരു ദിവസം പതിവ് പോലെ അവരെ നല്ല കഥകൾ പറഞ്ഞ് ഉറക്കി. രാത്രി അവർ ഞെട്ടി ഉണർന്നു നോക്കിയപ്പോ പപ്പ അടുക്കലില്ല. അവൻ വിളിച്ചു, പപ്പാ പപ്പാ പപ്പാ. പപ്പായുടെ മറുപടിയില്ല. രണ്ടാമത്തെ ദിവസം എങ്ങനെയാ കുഞ്ഞ് ഞെട്ടി ഉണർന്നു, പപ്പായെ കണ്ടില്ല. നീട്ടി വിളിച്ചു, പപ്പാ 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 പപ്പാ. പപ്പ അവിടില്ല. അമ്മിയാക്കി എല്ലാ ദിവസവും എന്റെ പപ്പ എവിടെ പോകുന്നത് അവന്ന് കണ്ടുപിടിക്കണമല്ലോ. അതിനുള്ളിൽ പറഞ്ഞു, ഞാൻ ഇന്ന് എന്റെ പപ്പ എവിടെ പോയത് ഞാൻ ഇന്ന് കണ്ടുപിടിക്കും. സന്ധ്യയായപ്പോൾ കുളിച്ച് വസ്ത്രം മാറി ആഹാരം കൊടുത്തു. സ്വന്തം കിടക്കയിൽ കൊണ്ട് കിടത്തി നല്ലൊരു കഥ പറഞ്ഞിരിക്കുമ്പോൾ ഈ കൊച്ചു ജോണിമോന്റെ കൂർക്കമല്ലിയുടെ ശബ്ദം കേൾക്കാം. മെല്ലെയുള്ള കൂർക്കമല്ലി. ജോണിമോനെ ജോണിമോനെ അവൻ ഉറങ്ങുക. ആ പുറപ്പെടുത്ത ജോണിമോന്റെ നെഞ്ചുകരെ വിരിച്ചിട്ട് പപ്പ ശബ്ദമുണ്ടാകാതെ കട്ടിലെ എഴുന്നേറ്റ് റൂമിന് വെളിയിലായി. പപ്പ റൂമിന് വെളിയിലായപ്പോൾ ഈ പുറപ്പ് വലിച്ചെറിഞ്ഞു. ചാടി എഴുന്നേറ്റ് മുറ്റത്ത് വന്നപ്പോൾ പപ്പായെ കാണാനില്ല. അവനെല്ലാം നോക്കി എവിടെയെങ്കിലും പപ്പ കാണാനില്ല. ആലപ്പുഴ പ്രദേശം നിങ്ങൾക്കറിയാം, നല്ല പൂഴിമണലുള്ള പ്രദേശമാണ്. അവനൊരു കാര്യം കണ്ടു, പപ്പായുടെ കാൽപ്പാടുകൾ ഈ മണ്ണിൽ പറഞ്ഞിരിക്കുന്നു. അവൻ ചിരിച്ചു പറഞ്ഞു, എന്നെ അങ്ങനെ കടുപ്പിക്കാൻ നോക്കണ്ട, പപ്പ എവിടെ പോകുന്നു ഞാൻ കണ്ടുപിടിക്കും. പപ്പായുടെ വലതുകാലിന്റെ പാടിന് പുറത്ത് ഇവന്റെ വലതുകാലത്ത് വെച്ചു. പപ്പായുടെ ഇടതുകാലിന്റെ പാടിന് പുറത്ത് ഇവന്റെ ഇടതുകാലം വെച്ചു. ആ കാൽപ്പാടുകളെ മാത്രം നോക്കി ചവിട്ടി 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 അവസാനം ചെറ്റക്കൊണ്ടിന് മുമ്പിൽ ആ കാൽപ്പാടുകൾ അവസാനിച്ചു. ചുറ്റുപാട് നമുക്ക് ഭയങ്കര നിശബ്ദത, ആരുമില്ല. ഈ കുഞ്ഞ് ഭയങ്കര ഒറ്റ നിലവിളിയാ, പപ്പാ. ആ രാത്രിയിൽ ഷാപ്പിൽ കുടിക്കുവാൻ കുപ്പി കയ്യിലെടുത്ത വക്കീലിന്റെ കയ്യിൽ മറച്ചു. കുപ്പി താഴെയിട്ട് പെട്ടെന്ന് വെളിയിൽ വന്നപ്പോ തന്റെ ജീവനായിരിക്കുന്ന കൊച്ചി ജോണിമോൻ ഷാപ്പിന്റെ മുമ്പിൽ അവരെ കോരിയെടുത്ത് കുത്തം ചെയ്ത് കരഞ്ഞുകൂടി വെച്ച് പോനെ നീ എങ്ങനെയോ വന്ന. അവൻ പറഞ്ഞു, പപ്പായുടെ കാൽപ്പാടുകളെ ചവിട്ടി വന്നു. സെന്റ് തോമസ് മർത്തോമേടയിൽ ഈ മണ്ണിൽ അധ്വാനിക്കുന്ന അപ്പന്മാരെ, ഈ ഭൂമി കഷ്ടപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് തലമുടി നാടിനെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആ കുഞ്ഞ് അല്ലാത്ത സ്ഥലത്ത് ചേരണമെന്ന് നായികനെ അകപ്പെടണമെന്ന് ഇന്ന് പകർക്കാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ശാന്തമായി പറ, കർത്താവേ എന്നെ കഴുകണമേ, എന്നെ എന്റെ കുറവുകളെ ക്ഷമിക്കണമേ. അരുതാത്ത് ചെയ്തു പോയി, പറഞ്ഞു പോയി, പ്രവർത്തിച്ചു, ക്ഷമിക്കണം. വിശുദ്ധിയെത്തിച്ചുന്ന ഒരു വിശുദ്ധിയെ കൈയടിക്കണം പറഞ്ഞിരുന്നേ
5 verses 23 and 24. മത്തായി 5:23. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോ സഹോദരൻ നിന്റെ നേരെ വല്ലതുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ച് ഒന്നാമത് ചെന്ന് അവനോട് യൂണിറ്റി, ഐക്യതയിൽ ഒരുങ്ങണം. മാനസികമായ ഭിന്നിപ്പോടുകൂടി ദൈവസേനയിൽ വരുന്നവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനം ഇല്ല എന്നുള്ള കാര്യം മറന്നു പോകും. ശാന്തമായി ചിന്തിച്ചാൽ എനിക്ക് ആരോടെങ്കിലും പ്രയാസമുണ്ടോ? എന്നോട് ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം മർത്തോമാസയുടെ ലിറ്റററി, സുന്ദരമായ ലിറ്റററി, അതിന് 2 ഭാഗമുണ്ട്. ഒന്ന് ബ്രേക്കിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, 2 ബ്രേക്കിംഗ് ദ ബ്രെഡ്. ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് വളരെ ചലനാത്മകമായ ഒരു ശുശ്രൂഷയുണ്ട്. അതെന്താണെന്ന് അറിയാമോ? അതെന്താ? ഇന്ന് നമ്മൾ അനുഭവിച്ചത് എന്തുവാ കയ്യസൂരി? എങ്ങനെ കയ്യസൂരി കൊടുക്കുന്നത്? കയ്യസൂരി എന്തിനാണ്, എങ്ങനെ കൊടുക്കുന്നത് നമുക്ക് അറിയാമെങ്കിൽ എന്തൊരു കഷ്ടമാണ്. ഞാനൊരിക്കൽ അവിടെ ചെന്നപ്പോഴേ കയ്യസൂരി കൊണ്ടുവന്നു. ഞാൻ 2ാമത്തെ ബെഞ്ചിലായിരിക്കണം, സോമനിരിക്കുന്നവരുണ്ടാകും. മുന്നേ ഇരിക്കുന്ന ആളെ ഒരു കൈ എന്റെ നേരെ, ഒരു കൈ പോക്കറ്റ് ഇട്ടിരിക്കാൻ. എങ്ങനെ കയ്യസൂരി കൊടുക്കുന്നത്? ഇവിടെ നോക്കി, കയ്യസൂരി ഇങ്ങനെ കൈയില്ല, ഇങ്ങനെ ഓപ്പൺ ഹാർട്ട് പ്ലീസ്. ഇങ്ങനെ നീ എന്റെ അസ്ഥി എന്ന അസ്ഥി, എന്റെ മാംസത്തിന് മാംസമാണ്. നമ്മൾ ഒരു അപ്പത്തിന്റെ അംശമാണെന്നുള്ള തുറന്ന സഹോദരൻ, നീ എന്റെ സഹോദരൻ സഹോദരി. എന്നിട്ട് അടുത്ത ആളിന്റെ ഒരു കൈപ്പത്തി അകത്താക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യസൂരി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ദൈവത്തെ മറന്നിരിക്കുന്നു. നമ്മുടെ യേശുവോട് ചേർന്നേ ശ്വാസം പിടിച്ചൊക്കെ നിർത്തുക. എനിക്ക് അതിന് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നാക്കാം. പ്രിയമുള്ളവരെ, ആരോടെങ്കിലും പ്രയാസമുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ഇതുകൊണ്ട് എവിടെ പോകും? മരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് മറക്കുകയുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ ഇന്നലെ പ്രാപിക്കണം. ബി പ്രിപ്പയർഡ് വിത്ത് ദി അഷുറൻസ് ഓഫ് ഒന്ന് ജസ്റ്റിഫിക്കേഷൻ. അത് ആ ഒന്നിന്റെ സബ് ഡിവിഷൻസ്. അതിന്റെ മെയിൻ ഡിവിഷൻ ബി പ്രിപ്പയർഡ് വിത്ത് ദി അഷുറൻസ് ഓഫ് സാൽവേഷൻ. 2 ഞാൻ ഇത്രയും ശങ്ക പൊട്ടിയിട്ട് നിങ്ങളകത്ത് കയറി. ബി പ്രിപ്പയർഡ് വിത്ത് ഇൻ ഹോളിനെസ്, വിശുദ്ധി. 3 ബി പ്രിപ്പയർഡ് ഇൻ യൂണിറ്റി. അതുമായി പൗരസഭ കൊരിന്ത്യർക്ക് വേണ്ടി 1-ാം ലേഖനം 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. 1 Corinthians chapter 9 verse 23. ഞാൻ സകലവും സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുക. Be prepared to be a partnership in evangelism. സുവിശേഷത്തിൽ പങ്കാളിയാകണം. ഭൂമിയിൽ ജനിച്ച എല്ലാ ക്രിസ്ത്യാനികളെ പറ്റിയും തമ്പുരാന്റെ വലിയ സ്വപ്നമാണ് സുവിശേഷത്തിൽ പങ്കാളിയായി തീരണം. നമുക്ക് നല്ല ആരോഗ്യം തന്നു, ജോലി തന്നു, കുടുംബം തന്നു, പക്ഷെ നമ്മുടെ സുവിശേഷ വേലയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു 3 ഇന്ത്യ. ഞാൻ ഇരിക്കുമ്പോഴാണ് ആ ധ്യാന കേന്ദ്രം അങ്ങനെ ഒരു ധ്യാന കേന്ദ്രം സന്നദ്ധത്തിന് ആദ്യമായിട്ടുണ്ടാകുക. ഞങ്ങളോരോ വീട്ടിൽ ചെല്ലുന്നോടെ അത് പെണ്ണുങ്ങളാണ് മുടിഞ്ഞ
എന്നാ മോഡൽ ഇത്രയും നീളമുണ്ട്? 56 ഞായറാഴ്ച പിരിവ് എന്തോ പിരിവോ? അഡ്വക്കേഷന്റെ വില ഈ നീളത്തിലുള്ള കളറിന്റെ സൈഡൊക്കെ ഇടയിൽ കിടക്കുക. അതിനകത്ത് എന്തോ ഇരുന്നത്? കർത്താവ് നമുക്ക് ചെയ്തത് സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തന്നെങ്കിൽ, ഇത്രയും സംരക്ഷിച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഇവിടെ ഒരു ആരാധനാ സമൂഹമുണ്ടായി, പള്ളി ആരംഭിച്ചിട്ട് എത്ര വർഷമായി? സെക്രട്ടറി എത്ര വർഷമായി? കാൽവരിയിൽ മൊത്തം കോൺഗ്രിഗേഷൻ ആരംഭിച്ചിട്ട് എത്ര വർഷമായി? 36 വർഷമായി. ഈ 36 വർഷമായിട്ട് ഈ ഇടവയിൽ നിന്ന് എത്ര പേർ സുവിശേഷത്തിലേക്ക് വേണ്ടി പോയി? ഞാൻ പാലായിക്കടുത്ത് കത്തോലിക്കരുടെ ഒരു കരിസ്മാറ്റിക് കൺവെൻഷൻ സംഘം അങ്ങനെ താമസിച്ചൊരു അപ്പച്ചനെ വീട്ടില, വളരെ 10-84 വയസ്സുള്ള ഒരു അപ്പച്ചനെ വീട്ടില. അപ്പച്ചൻ വലിയ ആത്മീയ ദീക്ഷയോടെ എന്നെ ഓർക്കയില്ല. രാത്രി മുഴുവൻ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും. രാത്രി 12 മണിയായപ്പോൾ ഞാൻ അപ്പച്ചനെ ചോദിച്ചു, അപ്പച്ചന് എത്ര മക്കളുണ്ട്? എന്നോട് പറഞ്ഞു എനിക്ക് 7 മക്കളുള്ളൂ. അവരൊക്കെ എന്തോ ചെയ്യുക? എന്നോട് പറഞ്ഞു എനിക്ക് ഒരൊറ്റ മോളെ ഉള്ളൂ, അവൾ കർത്താവിന്റെ മണവാട്ടിയാണ്. അത് ഈ കർത്താവിന്റെ മണവാട്ടി എന്ന് പറയുന്ന ആര്യ? കന്യാസ്ത്രീ. എന്നാൽ അവരെ പറഞ്ഞ 5 ആൺമക്കൾ ഞങ്ങളുടെ സഭയിലെ പുരോഹിതന്മാരാണ്. എനിക്ക് അപ്പച്ചനെ കെട്ടിപ്പിടിക്കാൻ തോന്നി. 7 മക്കളിൽ 6 പേരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തു. എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു എന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാൻ ഒരാളെ ഞാൻ എന്റെ കൂടെ നിർത്തി. എന്നിട്ട് ശബ്ദം താഴ്ത്തി അപ്പച്ചൻ ഞാൻ മാത്രം കേൾക്കത്തക്കണം. അപ്പച്ചൻ പറയാണ് അവനെ സുവിശേഷ വേലയ്ക്ക് കൊള്ളില്ല. അവനെ സുവിശേഷ വേലയ്ക്ക് ഞാൻ ചോദിച്ചു അതെന്താ? അവൻ 2 കാലം പോളിയോ വന്ന് വീൽ ചെയറേ നടക്കുന്നു. ഞാൻ അങ്ങോട്ട് അപ്പച്ചനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് വയറുകൊണ്ട് ഫ്യൂക്കി അങ്ങ് പോക്കി. 7 മക്കളിൽ ആരോഗ്യവും വിദ്യാഭ്യാസവും സൗന്ദര്യമുള്ള 6 കർത്താവിന് കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഈ കാൽവരി ഇടവയിൽ ഇങ്ങനെ ഒരു വീട്ടിൽ 7 മക്കളുണ്ട്, 6 പേരും വിദ്യാഭ്യാസവും ആരോഗ്യവും സൗന്ദര്യമുള്ളവരാണ്. ഒരാൾ പോളിയോ വന്ന് വീൽ ചെയറിൽ നടക്കുകയാണെങ്കിൽ നിങ്ങൾ കർത്താവിന് വേലയ്ക്ക് വേണ്ടി ആരെ കൊടുക്കുമായിരുന്നു? സോമനോട് പറഞ്ഞു പോളിയോ വന്നവനെ കൊടുത്തു. ഇതെല്ലാം നമ്മുടെ മനോഭാവം. ഇതൊക്കെ മാറണം. നമ്മളിതൊക്കെ മാറും. ഞാൻ ഈ മലയാളം കൺവെൻഷന്റെ ഫൈനാൻസ് കമ്മിറ്റിയിലുണ്ട്. സ്വന്തമായിട്ട് എണ്ണുന്ന ജോലി ഞങ്ങളാണ്. സ്വന്തമായിട്ട് നിങ്ങൾ എണ്ണീട്ട് അത് ഫെഡറൽ ബാങ്കുകാരാണ് അത് മേടിക്കുന്നത്. അപ്പൊ സ്വന്തമായിട്ട് എണ്ണി ഇങ്ങനെ വന്നപ്പോൾ ഒരു 5 രൂപയുടെ പകുതിയില്ല. അപ്പൊ ഇത് കിട്ടിയ ആള് ഫെഡറൽ ബാങ്കിന്റെ ഓഫീസറോട് ചോദിച്ചു, സാറേ 5 രൂപയുടെ പകുതിയുള്ളൂ, നീ സൂക്ഷിക്കണോ അതോ കളയണോ? അപ്പൊ നമ്മുടെ സഭയിൽ പ്രമുഖരായ പട്ടക്കാരുണ്ട്, ചാക്കോ തോമസ് അച്ഛൻ, തലമുടിക്കാരൻ ചാക്കോ തോമസ് അച്ഛൻ. അച്ഛൻ പറഞ്ഞു കളയണ്ട, നാളത്തെ സ്വന്തമാഴ്ച സഹിക്കാതെ ബാക്കി ഭാഗം കാണുന്നു. നിങ്ങളെല്ലാവരും ജീവിച്ചത് സൂക്ഷിച്ച് 5 രൂപയുടെ ബാക്കി ഭാഗം പിറ്റേ ദിവസം സഹിക്കാതെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആൾക്കാരാണ് ഈ അച്ഛനാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. നോക്കിയേ, ഒരു 5 രൂപ 2000 ഇടാൻ മടിയില്ലാത്തതായ നമ്മൾ പുള്ളിവരെ കർത്താവ് പണി സ്വന്തമായി അനുഗ്രഹിച്ചത്. ഞാൻ ഒരുപാട് പട്ടിണി കിടന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. ഒത്തിരി പട്ടിണി കിടന്നിട്ടുണ്ട്. മർത്തോമക്കളെ പഠിക്കുമ്പോൾ ഒരൊറ്റ ദിവസം പോലും ചോറ് കൊണ്ടുപോകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടില്ല. പച്ചക്കപ്പ കൊത്തിയരിഞ്ഞ് വേവിച്ചതും കാന്താരി മുളകും അതായിരുന്നു എന്റെ ഉച്ചക്കത്തെ ലഞ്ച്. കപ്പ ഇല്ലാത്തപ്പോൾ ചേമ്പിന്റെ താള് തോരഞ്ഞ് കടക്കി കൂട്ടിയിട്ടുണ്ട്. ചെറുതാവും ഇപ്പൊ ചെറുതാണെന്ന് പറയാൻ നമ്മുടെ ആൾക്കാരറിയത്തെ എന്തൊരു രുചിയാണ് അറിയാമോ? ഒരു ചുവറ്റുപാത്രം നിറച്ച് ചേമ്പിന്റെ താളും കാന്താരിയും നമുക്ക് ചെയ്തു. ഞാൻ തിരുവനന്തപുരത്ത് ആശ്രമത്തിന്റെ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ ക്ലാസ് നെല്ലിയമ്പാണ്. അപ്പൊ എന്റെ ചുവറ്റുപാത്രം നടത്തി കപ്പയും കാന്താരിയാണെന്ന് എന്റെ കൂട്ടുകാരറിയുന്ന എനിക്ക് നാണം കേട്. അതുകൊണ്ട് ഞാൻ കൂട്ടുകാരെ കൂടി ഒരിക്കലും ഭക്ഷണം കഴിക്കരുത്. കോളേജിന്റെ പുറയിൽ പ്രഥമ കോളേജ് പഠിച്ചവരാണുണ്ട് ഇവിടെ ആരുമില്ല. 1, 2, 3 ആ കോളേജിന്റെ പുറയിൽ കാട് പിടിച്ചൊരു സ്ഥലമുണ്ട്, കമ്മ്യൂണിസ്റ്റ് സ്റ്റേഡിയമുണ്ട്. അവിടെ നല്ല പാറയുണ്ട്. ആ പാറയുടെ പുറത്തിരുന്ന് കൂട്ടുകാരും തന്നെ ഞാനിത് കഴിക്കും. ഒരിക്കൽ 5-ന് ബെല്ലടിച്ചു. എല്ലാവരും പോയി കഴിഞ്ഞാൽ അവസാനം ചുറ്റുപാത്രത്തോടെ മുന്നോട്ട് നടന്നു വരുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും മുടിക്കരമായ ഒരു കുട്ടി വിഷ്ണു, അവരുടെ അരികൻ വിദ്യാർത്ഥിയാണ്. അവൻ തറയിൽ കമന്ന് കിടക്കുക.
ഞാൻ പെട്ടെന്ന് ഓടിച്ചത് വിഷ്ണുവിനെ വിളിച്ചത് വിഷ്ണുവിനെ അനക്കില്ല. ഞാൻ അവനെ അവിടെ കിടത്തിയിട്ട് ചോറ്റുപാത്രം വെച്ചിട്ട് വെളിയിൽ പോയി കൈക്കകത്ത് വെള്ളം കൊണ്ടുവന്ന് അവന്റെ മുഖത്ത് കളിച്ചു. ആ വെള്ളം കൊണ്ടപ്പോ കണ്ണും വെല്ലത്തോളം ഞാൻ അവനെ താങ്ങി വെച്ചിരുത്തി. ഞാൻ ചോദിച്ചു, വിഷ്ണു നീ ആഹാരം കഴിക്കുന്നില്ലേ? പിന്നെ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ആഹാരം കൊണ്ടുവന്നിട്ടില്ല. രാവിലെ നീ എന്താ കഴിച്ചു? ഒന്നും കഴിച്ചില്ല. ഇന്നലെ എന്താ കഴിച്ചു? ഒന്നും കഴിച്ചില്ല. എന്റെ ചോദ്യം നീണ്ടപ്പോൾ എന്റെ ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥനായ കുട്ടി 5 ദിവസമായി ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ പട്ടിണിയോടുകൂടി പഠിക്കുമ്പോൾ അവന്റെ ആർത്തിയോടുകൂടി ക്ലാസ്സിൽ വന്നു. പക്ഷേ അവന്റെ വയറവനെ സംബന്ധിച്ചില്ല. അവനെ തെളി താഴെ വിടും. ഞാൻ അവനെ അങ്ങോട്ട് കെട്ടിയായി പിടിച്ചിട്ട് പറഞ്ഞു, വിഷ്ണു ഇന്നത്തെ ലഞ്ച് എന്റെ വകയാണെന്ന് പറഞ്ഞു. അവന് വലിയ സന്തോഷം. അവനറിയാം എന്റെ ചോദ്യപാത്രം ആദ്യം ഒന്നുകിൽ ഫ്രൈഡ് റൈസ് കാണും, അല്ലെ ബിരിയാണി കാണും, ഇതൊന്നും അല്ല 2 കോഴിക്കാരെല്ലാം കാണുമെന്ന് അവൻ ഉറപ്പാണ്. കാര്യം എന്റെ നടപ്പും പത്രവും കണ്ടാൽ അവൻ അങ്ങനെ വിചാരിക്കും. ഞാൻ അവനെ വീടാറിൽ നിന്ന് നടന്ന് എന്റെ ഡൈനിങ് ടേബിൾ അടുപ്പിച്ചത് അവനെ അവിടെ ഇരുത്തി കുറച്ച് വട്ടയുടെ ഇല പറഞ്ഞ് പാറപ്പുറത്തങ്ങ് വിരിച്ചു. എന്നിട്ട് ചോദ്യപാത്രം ഒന്ന് കലത്തി അല്ലെങ്കിൽ പൊക്കി വന്നപ്പോൾ ഇവൻ അന്തം നോക്കി കപ്പയെ നോക്കി എന്റെ കണ്ണി നോക്കി, പിന്നെയും കപ്പയെ നോക്കി എന്റെ കണ്ണി നോക്കിയ. അപ്പൊ ഞാൻ പറഞ്ഞു, വിഷ്ണു എടാ വയറ് തടയാൻ കപ്പ നല്ലതല്ല, നീ കഴിക്കേ. 5 ദിവസമായി ആഹാരം കഴിക്കാത്ത എന്റെ കൂട്ടുകാരൻ കൂടുതൽ കഴിക്കട്ടെന്ന് പറഞ്ഞ് ഞാൻ മെല്ലെ കഴിച്ചു. ഞാൻ ലോകത്തിന് അനേക രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഒന്നിലധികം പ്ലെയിൻ സ്വന്തമായിട്ടുള്ള എന്റെ കോളേജ് മീറ്റിന്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച എപ്പോഴും അറിയാമോ? ഞാൻ കൊടുത്ത കപ്പയും കാന്താനും നിന്നും എന്റെ കൂട്ടുകാരൻ നിറഞ്ഞ മനസ്സോടുകൂടി ഏർപ്പൊക്കെ വിട്ടപ്പോൾ എനിക്ക് ലോട്ടറി അടിച്ച സന്തോഷം. അന്ന് രാത്രി അന്ന് വൈകിട്ട് ഞാൻ വീട്ടിൽ കയറാൻ എന്റെ അമ്മച്ചോടി കാര്യം പറഞ്ഞു. എന്റെ അമ്മച്ചി എന്നെ കെട്ടിപ്പിടിച്ചാൽ കരയാൻ പറഞ്ഞു. ഒത്തിരി കരഞ്ഞു. അമ്മച്ചി കരയുമ്പോൾ താനെ വരം കഴിഞ്ഞിട്ടത്തോളം തലയെ വെച്ചിട്ട് പറഞ്ഞു, മോനെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇനി എല്ലാ ദിവസവും വിഷ്ണുവിനുള്ള ആഹാരങ്ങളെ ഞാൻ നിനക്ക് തരാമോ? ചോറ്റുപാത്രം മേടിക്കാൻ ഒരു ദിവസം ഞാൻ അടുക്കളയുടെ വാക്ക് പോയി. എന്റെ അമ്മയ്ക്ക് ചോറ്റുപാത്രം നിറയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. നോക്കണം, ഒട്ടും പിസി കാണിക്കാതെ അത് അമർത്ത് കപ്പയല്ലേ, കപ്പയെ അമർന്ന് അതിനകത്ത് ഒട്ടും കൊള്ളാത്ത വരവാകുമ്പോൾ അതിന്റെ മേളിൽ പ്രാർത്ഥിച്ച് കുറച്ച് കാത്താരിയിട്ടിട്ട് എന്റെ കൈ തെറിട്ട് പറയും, മോനെ വിഷ്ണു അല്ലാതെ നിന്റെ ക്ലാസ്സിൽ വേറെ ആരെങ്കിലും പട്ടിണി കിടക്കുന്നെങ്കിലും ക്ലാസ്സിൽ പട്ടിണിയുണ്ടെങ്കിൽ മോൻ അവനോട് കൊടുക്കണം. എന്റെ മോന് പോൻ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ചത്തുപോയില്ല. വൈകിട്ട് നിനക്ക് വരുമ്പോൾ വയറ് നിറച്ച് ആഹാരം നിനക്ക് തരാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്കൂളിലൊക്കെ അയക്കുമ്പോൾ രാവിലെ ടിഫിൻ ബോക്സ് പാക്ക് ചെയ്യുമ്പോൾ ആ കുഞ്ഞിനോട് എന്താണ് നിങ്ങളുടെ ചെവി മന്ത്രിക്കുന്നത്? എന്താ മന്ത്രിക്കുന്നത്? മുഴുവൻ കഴിക്കണം. ആർക്കും കൊടുക്കരുത്. ഇവിടെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. മുഴുവൻ കഴിക്കണം, ആർക്കും കൊടുക്കരുത്. നമ്മുടെ നാട്ടിലെ അമ്മമാർ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്. മുഴുവൻ കൊടുക്കരുത്, ആർക്കും കഴിക്കരുത്, മുഴുവൻ കഴിക്കണം, ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതായ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആർക്കൂടെ കൊടുക്കുകയില്ല? അമ്മയ്ക്കൂടെ കൊടുക്കുകയില്ല. ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ എന്റെ പാട്ടിന് പോയി, അവനവന്റെ പാട്ടിന് പോയി. 40 വർഷത്തേക്ക് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ഞാൻ ജാർഖണ്ഡ് CNA മലയാളി കോൺഗ്രിഗേഷന്റെ കൺവെൻഷൻ പോയി. ഞാൻ പ്രസംഗിക്കുന്ന വാർത്ത അവിടുത്തെ പേപ്പറിലൊക്കെ ഫോട്ടോസ് ചെയ്ത് വന്നു. വ്യാഴാഴ്ച ഞാൻ പ്രസംഗിച്ചു. ഇപ്പം പള്ളിക്കാരുടെ സാക്ഷ്യം പറഞ്ഞു പോയി. വെള്ളിയാഴ്ച എന്റെ സാക്ഷ്യം പറഞ്ഞു. ശനിയാഴ്ച പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടി പോലീസ് പള്ളിയുടെ മുറ്റത്ത്. ഇവിടെ പോലീസ് ഇങ്ങനെ വരുന്നത് അതിന്റെ പുറകെ അവർ ഈ പള്ളിക്കാരെല്ലാം ആൾക്കാരെല്ലാം വിചാരിച്ച് ഞാൻ എന്റെ സാക്ഷ്യം കേട്ടപ്പോൾ നാട്ടുകാരെ കുഴപ്പം കാണിച്ചിട്ട് വന്നത്. അല്ലെങ്കിൽ ഇവിടെ പോലീസ് വരേണ്ട ആവശ്യമില്ല. ആ പോലീസ് വാണ്ട പുറകെ ഒരു VIP കാർ, ബീക്കൺ ലൈറ്റൊക്കെ പിടിപ്പിച്ചൊരു VIP കാർ. അച്ഛനും ചുമതലക്കാരെ കൂടെ ഓടിച്ചു. എന്താ സാറേ? ഇന്നത്തെ കൺവെൻഷൻ കേൾക്കാൻ ഞാൻ വന്നതെന്ന് പറഞ്ഞു. അവർക്ക് വലിയ സന്തോഷം. ഒരു വലിയ VIP അദ്ദേഹത്തെ സ്വീകരിച്ച് ആദരിച്ച് ഇവിടെ വന്ന് ഇരിക്കാൻ പറയുമ്പോൾ അത് ഇരിക്കില്ല. ആ സ്വാമി ഇരിക്കുന്ന പോലെ ആ ബെഞ്ചിൽ ഇങ്ങേറ്റത്തിരിക്കുക. അയാളെന്റെ കണ്ണിൽ നിന്ന് കണ്ണു പഠിക്കുന്നില്ല. അയാളെ ആരാന്ന് എനിക്കറിയാം.
അയാളുടെ പക്ഷേ പ്രസംഗം ഇങ്ങനെ കിട്ടും. അവിടെ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഭയങ്കരമായ ഭാവവ്യത്യാസം. മീറ്റിംഗെല്ലാം കഴിഞ്ഞു, സ്വോത്ര കാഴ്ച കഴിഞ്ഞു, ആശീർവാദത്തിന് വേണ്ടി അച്ഛൻ എഴുതി കേൾക്കാൻ തുടങ്ങിയപ്പോൾ ആ മാന്യനായ മനുഷ്യൻ ചോദിച്ചു, അച്ഛൻ എനിക്ക് 2 വാക്ക് പറയാൻ അനുഭവമുണ്ടോ? അന്ന് അച്ഛൻ പറഞ്ഞു, നമ്മുടെ ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ ബഹുമാനകരമായ വിഷ്ണു സാറ് 2 വാക്ക് ആശംസ പറയും. ആരാ വിഷ്ണു? നിങ്ങളുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ? ദൈവം നിങ്ങളെ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ നെല്ലന്മാരോടും ഭദ്രാസനത്തിന്റെ മിഷൻ, അച്ഛനോർമ്മത്തിലെ മിഷൻ പാരിഷിന്റെ കൺവീനറാണ്. 10 സുവിശേഷകരും 3 അച്ഛന്മാരും ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുക. പത്രാപരിതായുടെ നിർദ്ദേശം എല്ലാ ഇടവുകളിലും നമ്മൾ അങ്ങോട്ട് പോയി ഉണർവ് കൺവെൻഷൻ നടത്തുക. അവരുടെ പള്ളിയിൽ നിന്ന് പൈസ മേടിക്കാതെ അങ്ങോട്ട് പോകണം. പക്ഷേ 10 സുവിശേഷകരെ സന്ധിക്കണം. എന്നോട് പറഞ്ഞു, ബാബു പൈസ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പൈസ ഉണ്ടാക്കാൻ തിരുമേനി കൽപ്പന അതുകൊണ്ട് കൽപ്പനയൊന്നും വേണ്ട, ബാബു പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഫേസ്ബുക്ക് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകാം. എനിക്കിപ്പോൾ ഒരു 75,000 രൂപ വേണം നാട്ടിൽ ചെന്ന അവിടെ നിന്ന്. കാര്യം ഈ സുശേഷകരുടെ നാളത്തെ സംഭാവന കൊടുക്കാൻ സാധിക്കും. 75,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാൻ നിർബന്ധിക്കില്ല. $15 വെച്ച്. ഇടവമിഷൻ സെക്രട്ടറി ആരാ? ഇടവമിഷൻ സെക്രട്ടറി സോമന. ഇടവമിഷൻ സെക്രട്ടറിയുടെ ട്രസ്റ്റിയുടെ കയ്യിൽ, അല്ലെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുക. എൻ്റെ കയ്യിൽ തരുന്നത് നിങ്ങൾ താരം നേരിട്ട് അത് അയച്ചു കൊടുക്കണം. $15 വെച്ച് കൊടുക്കണം. സുവിശേഷ വേലയിൽ പങ്കാളിയാകുക. എൻ്റെ സമയം തീരുക. കർത്താവിൻ്റെ വേലയിൽ എന്നാൽ ആവോളം പങ്കാളിയായിരിക്കും. അടുത്ത വർഷത്തെ കൺവെൻഷൻ മുമ്പ് ഒരു കുഞ്ഞെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇടവേന്ന് സമർപ്പിക്കണം. ബഹുമാനപ്പെട്ട അച്ഛനും സൺഡേ സ്കൂൾ അധ്യാപകരും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കണം. ആ കുഞ്ഞുങ്ങളോട് അത് പറയണം. കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി പറയണം, ഞങ്ങളിൽ ഒരാൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ ഞങ്ങൾ അഭിമാനമുള്ളതെന്ന് പറയണം. അങ്ങനെ പറഞ്ഞു നോക്കി നിങ്ങളുടെ ജീവിതത്തിന്റെ അന്തരീക്ഷം മാറിക്കിട്ടും. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവാം. കർത്താവിൻ്റെ മടങ്ങി വരുമ്പോൾ നാം എങ്ങനെ ഒരുങ്ങണം? 4 കാര്യം. 1, രക്ഷാനിർണയത്തോടുകൂടി ഒരുങ്ങണം. 2, വിശുദ്ധിയോടുകൂടി ഒരുങ്ങണം. 3, ഐക്യതയോടുകൂടി ഒരുങ്ങണം. 4, സുവിശേഷങ്ങളിൽ പങ്കാളിയായി ഒരുങ്ങണം. ഒറ്റ വാക്ക്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന് 28-ാമത്തെ വാക്യം. എബ്രായർ 9:28. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി മലയാളത്തിൽ കാത്തു നിൽക്കുന്നവരുടെ ശരിയായ പരിഭാഷ ഒരുങ്ങി കാത്തിരിക്കുന്നവർ. 2025 കൺവെൻഷൻ സമാപിക്കുന്നു. ഈ കൺവെൻഷൻ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടരുത്. ആശീർവാദം പറഞ്ഞ് അവസാനം പാട്ട് പാടുന്നുണ്ടല്ലോ. പാട്ട് പാടി കഴിയുമ്പോൾ അതുകൊണ്ട് അവസാനിക്കുന്നത് ഇന്ന് വന്ന് നിങ്ങളുടെ ജീവിതം കൺവെൻഷനായി തീർന്നു. നിങ്ങളുടെ വീടിലും കൺവെൻഷനായി തീർന്നു. ഈ കൺവെൻഷന്റെ അലകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പ്രതിഫലിക്കണം. അതിനുവേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക. മണവാളിയെ എഴുപ്പാൻ എത്ര കന്യകമാര് പുറപ്പെട്ടു? 10 കന്യകമാർ. എത്ര പേര് വിളക്കെടുത്തു? 10 പേര് വിളക്കെടുത്തു. മണവാളം വരാൻ താമസിക്കുന്നു എന്ന് മനസ്സിലായി. എത്ര പേര് ഉറങ്ങി? 10 പേര് ഉറങ്ങി. മണവാളം വേണമെന്ന് ആർക്കൂടി ഉണ്ടായപ്പോൾ എത്ര പേര് എഴുന്നേറ്റു? എത്ര പേര് എഴുന്നേറ്റു? 10 പേര് എഴുന്നേറ്റു. എത്ര പേര് വിളക്ക് കത്തിച്ചു? ഇനി 5 എന്ന് വിടാതെ എത്ര പേര് വിളക്ക് കത്തിച്ചു? എത്ര പേര് വിളക്ക് കത്തിച്ചു? 10 പേര് വിളക്ക് കത്തിച്ചു. പക്ഷെ എന്താ പറ്റി? 5 പേരുടെ വിളക്ക് കെട്ടി, 5 പേരുടെ വിളക്ക് കത്തി. കാരണം എന്തുവാ? 10 പേരും കാത്തിരുന്നു, പക്ഷെ 5 പേരെ ഒരുങ്ങി കാത്തിരുന്നു. സെന്റ് തോമസ് മർത്തമ്മയുടെ ചോദിക്കുന്നു, ഈ ഒരുങ്ങി കാത്തിരിക്കുന്നുണ്ടോ? തലയുടെ മുടക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും തലയുടെ മുടക്കിക്കാണ്. കർത്താവേ, അന്ത്യകാല സംഭവങ്ങൾ കർത്താവിന്റെ മടങ്ങിവരവിനെ പറ്റി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. നിന്റെ മടങ്ങിവരവ് വളരെ വളരെയേറെ ആസന്നമായി. ഏത് സമയത്തും കടന്നു വരാൻ സാധ്യതയുണ്ട്. ഒരുങ്ങി കാത്തിരിക്കുവാൻ നീ ഞങ്ങളോട് ആഹ്വാനം ചെയ്തു.
നിന്റെ വരവിൽ കൈവിടപ്പെടാതെ ഒരുങ്ങി കാത്തിരിക്കുവാൻ ഇന്ന് ഒരിക്കൽ കൂടി എന്നെ സമർപ്പിക്കുന്നു, പുതുക്കി സമർപ്പിക്കുന്നു. ഇതുവരെ സമർപ്പിക്കാത്തത് കർത്താവേ എന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥിച്ചാൽ എല്ലാവരും പ്രാർത്ഥിച്ചാൽ കർത്താവേ നിന്റെ മടങ്ങുവരവിൽ കൈവിടപ്പെട്ടു പോകാതെ ആ അഗ്നിനരകത്തിന് യോഗ്യരായി തീരാതെ ഒരുങ്ങി കാത്തിരിക്കുവാൻ ഈ ദിവസങ്ങളുടെ അനുമതിന് മുമ്പിൽ എന്നെ പുതുക്കി സമർപ്പിക്കുന്നു, പുതുതായി സമർപ്പിക്കുന്നു. സമർപ്പണത്തോടുകൂടി ശാന്തമായി എഴുന്നേറ്റ് നാളെ പ്രാർത്ഥിക്കാൻ പോകുക. മാരാമൻ കൺവെൻഷന്റെ സമാപന ദിവസം ഭാഗ്യസ്മരണനായിരിക്കുന്ന ജോസഫ് മർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി ആ പന്തലിൽ തടിച്ചുകൂടിയ 2.5-2.25 ലക്ഷം ജനങ്ങളെ കൊണ്ട് സമർപ്പിച്ച് സാക്ഷ്യം പറയിക്കുന്ന ഒരു പതിവുണ്ട്. അതെന്നെ വളരെയധികം ആകർഷിച്ചതായിരിക്കുന്ന ഒരു കാര്യമാണ്. സമർപ്പണത്തിന് വലിയമായി 2 കരവും ആകാശത്തിലേക്ക് ഉയർത്തുവാനാണ് തിരുമേനി പറയുന്നത്. ജനങ്ങളെല്ലാം ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിക്കും, ഇങ്ങനെ എല്ലാവരും കൈ ഉയർത്തിപ്പിടിക്കാം. ശരിയായിട്ട് ഫോട്ടോ എടുക്കും. നിങ്ങളെല്ലാവരുടെയും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിപ്പിടിച്ച് ഇങ്ങനെ നമ്മുടെ സാക്ഷ്യത്തിന് പറയുന്നതായി ഇങ്ങനെ കൈയടിച്ചാൽ പാടില്ല. ഓക്കെ, ഇങ്ങനെ കൈപിടിച്ച്